തമ്പുരാനെന്ന് വിളിച്ചതാവുകൊണ്ട് ചെറ്റിയെന്ന് വിളിച്ചതിൽ മനസ്താവുകൊണ്ട് താൻ ആരാടോ? താൻ ആരാ? തന്റെ കളരിയും മറബുദ്ധിക്കണ്ട ഇവിടുത്തെ ചീപ്പുള്ള തിരക്കോള്. ഇത്രക്ക് ചീപ്പാണോ തമ്പുരാൻ? എന്നെ ചിരിച്ച് എനിക്ക് ആ പുതിയ ബുക്ക് ഒന്ന് കേൾക്കണം. പുതിയ മുഖമോ ഇനിയൊരു പുതിയ മുഖം. രാജുവേട്ടന് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അന്ന് പറയാൻ മറന്നുപോയി ഫോളോ കൂടെ ചെയ്യണം. ഞാനിപ്പോ സ്ലീവാച്ചിന്റെ വോയിസ് സത്യം പറയട്ടെ, എനിക്ക് നമ്മൾ പെരീതിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റണുള്ളത് എന്ന് പറയുമ്പോ അത് കാണുന്ന ഓഡിയൻസ് ചിലപ്പോ കൈയടിക്കൂല. എന്താ പേര്? ഷിജിന. ഷിജിന? ഷിജിന. ഞാൻ ഷിജിനെ വിളിക്കുവോ? എനിക്കതാ ഇഷ്ടം. അതെയോ? നമ്പർ തരണം. തരാം. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. ഇപ്പൊ ഞാൻ 35 നായക നടന്മാരുടെ മാത്രം ചെയ്യും. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ വട്ടം വരുന്തോറും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തനോട് വിട്ടുകൊടുക്കൂല. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റെയാണ്. ഇതാണ്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോ ഇവിടെന്താ? കോക്കസ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറേറ്റിസം, നെപ്പോട്ടിസം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന. ഒരു ചേട്ടൻ ഒരു ദിവസം വന്നിട്ട് എന്റെ കാലെ പിടിച്ച് വലിക്കുക. അപ്പൊ BGM ഒക്കെ എന്താ എന്റെ പ്രശ്നം? ഇങ്ങോട്ട് തിരിഞ്ഞു ഞങ്ങക്ക് കാണണ്ടേ? ഈ റൊമാൻസ് ചെയ്യുന്നോണ്ട് ഞാനൊരു ടാസ്ക് തരാം. അശ്വന്തായിട്ട് തന്നെ ഒരു റൊമാൻറ്റിക് ഡയലോഗോ ഒരു പ്രപ്പോസലോ എന്തെങ്കിലും. ഞാനോ എന്ത് പറയാനാ ഇപ്പൊ? അത് ശരി. ഇത്രയും സുന്ദരിയായ ഹായ് ഹലോ നമസ്കാരം. മൂവി വേൾഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. മിമിക്രി ആർട്ടിസ്റ്റാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ആക്ടറാണ്. അങ്ങനെ ഒരേ സമയം പല മേഖലകളിൽ തൻ്റെതായ കഴിവ് തെളിയിച്ച ഒരാളാണ്. ഒരുപാട് സ്നേഹത്തോടെ സാധനം ചെയ്യുന്നു. അശ്വന്ത് അനിൽകുമാർ, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായി പോകുന്നു. ഇപ്പോഴേ ഇൻസ്റ്റഗ്രാം തുറന്ന വെറൈറ്റി കോണ്ടന്റ് അതാണ് മെയിൻ. അതായത് ഒരു വീഡിയോ എടുക്കുന്നു, അത് വെറൈറ്റി ആകുന്നു, അത് ഹിറ്റ് ആവുന്നു, വൈറലാവുന്നു. ഇതാണ് പ്രധാന ഹോബി എന്ന് തോന്നുന്നു. ശരിയാണോ? സമയം കിട്ടുമ്പോഴൊക്കെ. ഞാനൊരു സ്കൂളിലൊരു PT ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഒരു CBSE സ്കൂളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ റെഗുലറി പോകുന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെയും കിട്ടുന്ന സമയത്ത് ചെയ്യുന്നത് നല്ല രീതിയിൽ ഇടുക എന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇടുന്ന വീഡിയോസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം ഈ മേഖലയിൽ അറിയാം കോഴ്സ് ഒരുപാട് പേരുണ്ട്, കോമ്പറ്റീഷൻ ആണ്. പ്രോഗ്രാം കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ എന്താ പറയാ, ചുമ്മാ വന്നിട്ട് ഒരു മിമിക്രി ഇന്ന ശബ്ദം ചെയ്യുന്നു പറഞ്ഞ പോലെ അല്ല. ഇന്ന് അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് പോയ പ്രോഗ്രാം കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ കണ്ടന്റ് തപ്പിയെടുക്കും, അതിനുവേണ്ടി തല പോയിക്കും. ഇതേപോലെ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എടാ എനിക്ക് ബുദ്ധി പോയില്ലല്ലോ അങ്ങനെ പറഞ്ഞ് മെസ്സേജ് കുറെ പേര്. ഞങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ മഹേഷ് ആയാലും സിദ്ദിഖ് ആയാലും ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ നല്ല ക്ലോസ് ആണ്, കമ്പനിയാണ്. സിദ്ദിഖാണ് കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞങ്ങളൊരു സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്താണ്. അപ്പോൾ അവനാണെങ്കിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. അവന്റെ കണ്ടന്റ് അവൻ്റെ അടുത്ത് തന്നെ ഷെയർ ചെയ്യാറുണ്ട്, എന്റെ കണ്ടന്റ് ഞാനും സജഷൻസ് ചോദിക്കാറുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അഡ്ജസ്റ്റ്മെന്റ് പോണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ കാര്യം നടക്കൂല. ഉറപ്പായിട്ടും. ഈ മിമിക്രി ആദ്യത്തെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടാറില്ല, എപ്പോഴും സെക്കൻഡ് പ്രൈസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഏത് പ്രോഗ്രാം? കിട്ടിയിട്ടേ ഇല്ല. എനിക്ക് MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനാണ് A ഗ്രേഡ് വന്നത്. അതല്ലാതെ അങ്ങനെ വലിയ സെക്കൻഡ് ഫസ്റ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. അതൊരു മധുര പ്രതികാരമാണോ? ഇപ്പത്തെ ഈ ഒരു സ്റ്റേജ് കാണുമ്പോഴേ കിട്ടരുത്. കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ത്രില്ല് പോകില്ലേ. അപ്പൊ ഇനി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ആ പീക്കിൽ നമ്മൾ നേരെ താഴത്തേക്ക് പോകും. നമുക്ക് കിട്ടി, നമ്മൾ ആഗ്രഹിച്ച സംഭവം നമുക്ക് കിട്ടുന്നതാകും. അവർ വേണ്ട, സെക്കൻഡ് തന്നെ മതി. ആദ്യ സ്റ്റേജിൽ പെർഫോം ചെയ്ത ആരുടെ സൗണ്ടാ എടുത്തേ? ഫസ്റ്റ് ടൈം MG സോമൻ. അത് കാണിക്കോ? അത് ഓർക്കണല്ലോ. പണ്ട് സ്കൂളിൽ കൈയടി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കൂട്ടുകാരുടെ അഡ്വാൻസ് ചെയ്ത് പറയും, കുഞ്ഞിപ്പിള്ളേരുടെ അടുത്ത് പേടിപ്പിക്കും, കൈയടിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കും പറഞ്ഞിട്ട്. കുഞ്ഞിപ്പിള്ളേരുടെ അടുത്ത് അങ്ങനെയും പറയും, ചേട്ടന്മാരുടെ അടുത്ത് നമ്മൾ കെഞ്ചും, ക്ലാസ്മേറ്റ്സിന്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അതൊന്നും ഇപ്പൊ ഓർമ്മ നേരെ തിരുമേനി ഈ പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതൊക്കെ അല്ല, അന്നത് മതി കൈയടി കിട്ടാൻ.
എന്നാ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫീൽഡ് ഔട്ട് ആവും. അതുകൊണ്ട് പറ്റൂല. ഇപ്പൊ ഒരു 8 വർഷമായില്ലേ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ ഒരു ആഗ്രഹമുണ്ട്, ഇപ്പൊ എനിക്കൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആവണം. ഈ പറഞ്ഞ ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും ഒരു ഹാർഡ് വർക്ക് ഇതിന് പിന്നിലുണ്ട്. സിമ്പിൾ ആയിട്ട് ഒരാൾക്കും ഇത്ര ഈസി ആയിട്ട് ഈ പറഞ്ഞ ഇത്രയും പ്ലാറ്റ്ഫോമുകൾ കിട്ടില്ല. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നു, ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നു, അതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രൗഡുള്ള മൂവ്മെന്റ് ആണ്. ഈ 8 വർഷത്തെ ജേർണി നോക്കുമ്പോഴേ അതെ ഭയങ്കര സിമ്പിൾ ആയിട്ട് പരിപാടി തീർന്നതാണോ? എങ്ങനെയാ അത് കാണുന്നത് ബാക്കോട്ട് തിരിക്കുമ്പോൾ? 8 വർഷത്തെ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെയൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്നിട്ട് അറിയാം ഞാൻ എങ്ങനെ ഇവിടെ വരെ ആയി എന്നുള്ളത്. 8ാം ക്ലാസ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്. 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ മിമിക്രി ചെയ്തു. +1 +2 ചെയ്തില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറേണ്ട വന്നു. ഡിഗ്രി എത്തിയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് വീണ്ടും. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അന്നാണ് മഹേഷിൻ്റെ പ്രതികാര സിനിമ ഇറങ്ങിയിട്ട് ഇച്ചിരി ട്രെൻഡായിട്ട് നിൽക്കുന്നത്. അപ്പം ഡയലോഗുകളൊക്കെ ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൽ വലിയ കമ്പൈൻ ക്ലാസ് ആയിരിക്കും. ഞാൻ BA പൊളിറ്റിക്സ് ആയിരുന്നു. അപ്പോൾ എക്കണോമിക്സും BA ഇംഗ്ലീഷും ഒരുമിച്ചൊക്കെ നമുക്ക് കമ്പൈൻ ക്ലാസ്സസ് വരും ലാംഗ്വേജിൻ്റെ. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന മറ്റേ താഴെ പ്ലാറ്റ്ഫോമിൽ നിന്നില്ലേ, നമ്മൾ മുകളിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആരാ പറയുന്നതെന്നൊന്നും അറിയത്തില്ല. ടീച്ചർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും താരത്തിൻ്റെയൊക്കെ കുറിച്ച് നമ്മൾ ചുമ്മാ ശ്രമിക്കും. ഡിങ്കോൾഫി അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ടീച്ചർ ആരാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയില്ല. നമ്മൾ നമ്മുടെ ശബ്ദത്തിലല്ല പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സന്ദീപ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവനാണ് പറഞ്ഞത് നീ ചെയ്യണം, നിനക്ക് അതിനുള്ള സ്കില്ലുണ്ട്, വീണ്ടും കയറണം എന്ന് പറഞ്ഞ് ആളിട്ട് മോട്ടിവേറ്റ് ചെയ്താണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ആ കലോത്സവത്തിന് എനിക്ക് പ്രൈസ് കിട്ടി, അതിനാണ് A ഗ്രേഡ് കിട്ടിയത്. അപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഇതിന് കൂടുതൽ നമുക്ക് ഇങ്ങനെ പഠിക്കണം, ഓരോരോ ശബ്ദങ്ങൾ പഠിക്കണം, നമുക്ക് പറ്റാത്ത ശബ്ദം പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ആയതാണ്. ഇപ്പൊ അശ്വന്ത് പേരിന്റെ കൂടെ ഇപ്പൊ പെട്ടെന്ന് ആർക്കെങ്കിലും പേര് മനസ്സിലായില്ലെങ്കിൽ സൗബിക എന്ന് എടുത്തൊരു വാല് പോലെ അവള് പേര് പറയും. അച്ഛൻ കണ്ടാ ചീത്ത പറയും. കൂട്ടുകാർ പകുതി പേരും ഇങ്ങനെ അശ്വന്ത് സൗബിൻ എന്നൊക്കെ പറഞ്ഞു. അനിൽകുമാർ അനിൽകുമാറല്ലോ എന്റെ മിമിക്രി കോമഡി ഉത്സവത്തിൽ വന്ന ആൾക്കാരും ചേട്ടന്മാരൊക്കെ മൊത്തം അശ്വന്ത് സൗബിൻ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തിട്ടേക്കുന്നത്. മിക്കവാറും പേര് മാറ്റോ? പേര് മാറ്റേ അങ്ങനല്ല, സൗബിക്കാണ് ബ്രേക്ക് ത്രൂ തന്നത്. ഞാൻ എൻ്റെ കോമഡി ഉത്സവം ട്രെൻഡായിരുന്നല്ലോ, ഒരു ട്രെൻഡ് സെറ്റർ ഷോ ആയിരുന്നു. അപ്പോൾ ആ ഷോയിൽ ഓരോരുത്തർ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ലീഡിങ് ആക്ടറുടെ ആരെങ്കിലും വോയിസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പം നിവിൻ പോളിക്ക് വേണ്ടിയാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ നിവിൻ പോളിയുടെ വോയിസ് ചെയ്ത് എനിക്ക് എൻ്റെ പേര് പറയുമ്പോൾ നിവിൻ പോളിയുടെ വോയിസ് ഏറ്റവും നന്നായിട്ട് ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാം. കിട്ടിയില്ല. സൗബിൻ്റെ വോയിസ് ചെയ്തപ്പം ഞാനൊരു എഫേർട്ട് ഇടാണ്ട് ചെയ്ത വോയിസാണ് സൗബിക്കട. പിന്നീട് അങ്ങോട്ട് അതുകൊണ്ട് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. വീഡിയോസ് വൈറലായി. ആ വീഡിയോസ് ഒരു ചേട്ടൻ പറഞ്ഞ ഡയലോഗാണ് ആ സമയത്ത്, തമ്പുരാൻ എന്ന് വിളിച്ച നാവുകൊണ്ട്. ആ ഡയലോഗ് ഒന്ന് പറയാമോ? സൗബിക്കനെ കേൾക്കണം. തമ്പുരാൻ എന്ന് വിളിച്ച നാവുകൊണ്ട്, ചെറ്റേന്ന് വിളിച്ചതിൽ മനസ്താപമുണ്ട്. താൻ ആരാടോ? താനാരാ? തൻ്റെ കളരിയും മറമ്പുദ്ധിക്കണ്ട, ഇവിടുത്തെ ചീപ്പുള്ള തിരക്കോളൂ. ഇത്രക്ക് ചീപ്പാണോ തമ്പുരാൻ? എന്നെ ചിരിച്ചേ. ഇതായിരുന്നു ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഓരോന്ന് പഠിക്കണം, പഠിച്ച് ചെയ്താലേ ഫീൽഡിൽ നിൽക്കാൻ പറ്റൂ. പിന്നെ നമ്മളൊക്കെ ഈ കുഞ്ഞിലെ കണ്ടോണ്ടിരുന്ന ലെജൻഡറി ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റ് ഒത്തിരി പേരുണ്ടല്ലോ, അവരുടെയൊക്കെ കൂടെ ഷോ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോ നടന്നില്ല. എനിക്കൊന്ന് ഞാൻ പണ്ടത്തെ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ദിലീപേട്ടനായാലും നാദർഷിക്കയായാലും കോട്ടയം നസീർക്കയായാലും ഇതൊക്കെ ഒരു സമയത്ത് മിമിക്രി ഇപ്പൊ സ്റ്റാർസിന്റെ സൗണ്ട് എടുത്ത ആളുകളാ, ഒരു ജനറേഷനാണ്. അവരുടെ കൂടെ സ്റ്റേജിൽ വർക്ക് ചെയ്യുക അതൊരു ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു. അവരുടെ പ്രോഗ്രാമൊക്കെ ഞാൻ കുഞ്ഞിലെ നമ്മുടെ നാടിനടുത്തൊക്കെ വരാൻ നേരത്ത് നമ്മൾ പോയി ഫ്രണ്ടിൽ മറ്റേ പാവിരിച്ചിരുന്ന് കാണുന്ന സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. നാദർഷിക്ക എന്ന് പറയുന്ന ആളാണ് എന്നെ മാറ്റിയെടുത്തത് ആളാണ്. നാദർഷിക്കയുടെ കഴിവുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഒരു വിലയുണ്ടെങ്കിൽ അത് പുള്ളിക്കാരൻ. അല്ലാണ്ട് എനിക്ക് ആരും അങ്ങനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. രാജേഷ് കടവന്തറ എന്ന് പറഞ്ഞൊരു ആങ്കർ മിമിക്രി ആർട്ടിസ്റ്റാണ്. ആളാണ് ആദ്യം ഒന്ന് പുഷ് ചെയ്തത്, ഇങ്ങനെ നമുക്ക് ഫ്ലോർ തരാൻ തുടങ്ങിയത്. കാരണം നമ്മളാരും അറിയില്ല, ആളുകൾക്ക് അറിയാം ഞാൻ സൗബിൻ്റെ വോയിസ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ ശബ്ദം ചെയ്യുന്നുള്ള അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആളെന്നെ എടുത്ത് പിക്ക് ചെയ്യും. അപ്പോൾ ഒരു ശബ്ദം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ 7 ശബ്ദം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി രാജേഷ് കടവന്തറയുടെ കൂടെ പോയിട്ടാണ്. വേദികൾ കിട്ടാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളത് പെർഫോം ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് ഓഡിയൻസിൽ നിന്ന് മനസ്സിലാവണം, അത് വർക്കൗട്ട് ആവുമോ. അപ്പോൾ നമ്മളിത് ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ നമുക്ക് പിന്നെയും കുറേ ചാൻസസ് ഉണ്ട്. സോഷ്യൽ മീഡിയക്കകത്ത് നല്ല ചാൻസസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആസിഫിയുടെ ഞാനിപ്പോൾ സ്ലീവാച്ചിൻ്റെ വോയിസ് സത്യം പറയട്ടെ, എനിക്ക് നമ്മൾ പെരീതിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റണുള്ളത് എന്ന് പറയുമ്പോൾ അത് കാണുന്ന ഓഡിയൻസ് ചിലപ്പോൾ കൈയടിക്കില്ല. ചിലപ്പോൾ ആ സിനിമയൊക്കെ കൂടുതൽ ഏഞ്ചിലേ എന്ന് പറയുമ്പോൾ നമുക്ക് കൈയിടാം. അപ്പം നമുക്ക് അതിനുള്ള ഫ്ലോർ വേണം, ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള. അത് തന്ന രാജേഷ് ചേട്ടനാണ്. പിന്നെ അങ്ങനെ ഒരു ബ്രേക്ക് 2 വർഷം മിമിക്രിന്ന് എനിക്ക് വിട്ടു നിൽക്കേണ്ട വന്നു. നന്നായിട്ട് അല്ലല്ല, അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് നമുക്ക് മാറേണ്ട വന്നു. അങ്ങനെ പിന്നെ കാണുന്ന നാദർഷിക എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഷോയ്ക്ക് വരാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ 35 നായക നടന്മാരുടെ മാത്രം ചെയ്യും സ്റ്റേജിൽ, സ്പോർട്ട് ഡബ്. അത് ആക്കിയെടുത്ത നാദർഷിക തന്നെയാണ്. ഉള്ള ഫ്ലോർ ഒക്കെ തന്നു ദിലീപേട്ടനെ കാണിച്ചത് നാദർഷികയാണ്. വില ഉണ്ടാക്കുന്നത് ലൈവായിട്ട് സംസാരിക്കും. എന്താ പേര്? ഷിജിന.
ഷിജിന ഷിജിന. ഞാൻ ഷിജിനെ വിളിക്കുവോ? എനിക്കതാ ഇഷ്ടം. അതെയോ? നമ്പർ തരണം. തരാം. എന്താ പറയാ, ഓണമൊക്കെ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് എങ്ങനെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് എല്ലാ ദിവസവും ഓണമല്ലേ. ഡെയിലി നിങ്ങൾ സദ്യ ഉണ്ടാക്കോ വീട്ടില്? നമുക്ക് കടയുണ്ട്. ശരി. പുട്ട് കടയില് ഓണസദ്യ. ക്രിസ്മസിന് വരെ ഞങ്ങൾ ഓണസദ്യ കൊടുക്കും. അത് ശരി. അതാണ് നമ്മുടെ കടയുടെ ഒരു അറിയാലോ. ദാദൃശയാണ് ക്രിസ്മസിൽ ഓണസദ്യ കൊടുക്കാൻ തീരുമാനിച്ചെടുത്ത്. വിഷുവിന് നമ്മൾ ഓണസദ്യ കൊടുക്കാറുണ്ട്. അടിപൊളി. നമുക്കിപ്പം ലാലേട്ടൻ, മമ്മൂക്ക, ജസ്റ്റ് നമ്മള് ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതേ പറ്റത്തുള്ളൂ. പക്ഷെ ഒരാളുടെ സൗണ്ട് എടുത്ത് അതിപ്പോ മാനറിസം അത്രയും ഒബ്സർവ് ചെയ്ത് അത് ഭയങ്കര ബാക്കിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ. എത്ര സമയം എടുക്കും? അതായത് ഒരാളുടെ ഒരു ശബ്ദം എടുക്കാൻ ഇങ്ങനെ പെട്ടെന്ന് ഈ പറഞ്ഞ കഴിവുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പരിപാടി നടക്കും. എങ്കിലും ഒരു എത്ര സമയം എടുക്കും ഒരാളുടെ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ? ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിച്ച നിവിൻ പോളിയുടെ വോയിസ് 27 ദിവസം എടുത്തു. അതാണ് ഏറ്റവും കൂടുതൽ എടുത്തേ മലയാളത്തിൽ. ഓക്കെ, അപ്പൊ നിവിൻ പോളിനെ ഒന്ന് കാണിക്കണം. തട്ടത്തി മരത്തിനകത്ത് വോയിസ് ഫസ്റ്റ്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അതോടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ വട്ടം വരുന്തോറും പെണ്ണിൻ്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തനോട് വിട്ടുകൊടുക്കൂല. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെൻ്റെയാണ്. ഇതാണ് വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് വന്നപ്പം കുറെ മാറിയല്ലോ. അതെ, ഒറ്റയ്ക്ക് വന്നവന് നിലവാരമുള്ള നല്ല സിനിമയാണെന്നുള്ള ആഗ്രഹത്തോടെ നല്ല സിനിമ. പക്ഷെ ഇതിനകത്ത് വന്നപ്പോ ഇവിടെ എന്താ കോക്കസ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറേറ്റിസം, നെപ്പോട്ടിസം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ, ബോഡി ഷേമിങ് ചെയ്യുന്ന. അടിപൊളി. ഇപ്പൊ ഓരോരുത്തരും വരിക ഇന്റർവ്യൂ. ഞാൻ ഒരേ സമയം ഇപ്പൊ ഒരുപാട് പേര് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്ന ഫീൽ എനിക്ക് കിട്ടണേ. ഇതാണ് ലാസ്റ്റ് നീഞ്ചേണ്ടത്. അങ്ങനെ ഓരോന്നോരോന്ന് ഇപ്പൊ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഓഫ്കോഴ്സ് ആൾക്കാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ആൾക്കാർ കാണുകയൊക്കെ ചെയ്യല്ലോ. ഇപ്പൊ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വാവായി ഇതുവരെ ചെയ്തതിൽ ബെസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും സെലിബ്രിറ്റി മെസ്സേജ് അയച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രേമത്തിനകത്തെ കിച്ചു ചേട്ടൻ, കൃഷ്ണശങ്കർ ചേട്ടൻ, ഞാനൊരു കണ്ടന്റ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടു, എടാ മിമിക്രി ഇങ്ങനെ യൂസ് ചെയ്യാന്ന് നീ കാണിക്കുന്നുണ്ട്, നിന്റെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് കിട്ടും. അത് എനിക്ക് എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആദ്യമായിട്ട് മെസ്സേജ് വന്നാൽ അങ്ങനെയാണ്. അപ്പം ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നീ നിവിൻ്റെ വോയിസ് ഭയങ്കര സിമ്പിളായിട്ടാണ് പറയുന്നത്, അത് രസമുണ്ട്, എഫേർട്ടൊന്നുമില്ല, നന്നായിട്ട് അവൻ സംസാരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഇപ്പം ചെയ്ത വോയിസൊക്കെ അയച്ചു കൊടുക്കും. അപ്പം കാണിക്കാടാ, ഞാൻ കാണിക്കാന്നൊക്കെ പറഞ്ഞ് ആൾ സപ്പോർട്ടീവാണ്. പിന്നെ പലരും, ഷാജോൺ ചേട്ടൻ നല്ല സപ്പോർട്ടീവാണ്, എല്ലാ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യും. ബിബിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ബിബിൻ ചേട്ടൻ എപ്പോഴും നമ്മുടെ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും പറയണ്ട, എടുത്ത് ഷെയർ ചെയ്ത് നമുക്ക് നല്ല ടാഗ്ലൈനൊക്കെ തന്ന് കേട്ടി നമ്മൾ പിക്കപ്പ് ചെയ്യും നന്നായിട്ട്. കലാകാരന്മാരായതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ആള് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നല്ല, മറക്കൂല. അങ്ങനെ സപ്പോർട്ടീവ് ഉണ്ട്. കുറെ പേര് അങ്ങനെ അയക്കാറുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് നിവിൻ ചേട്ടനെയാന്ന് പറഞ്ഞു. ഏറ്റവും കുറച്ച് സമയം എടുത്തിട്ട് പഠിച്ച ആരുടെ വോയിസാ? ഏറ്റവും കുറവ് സൗഭിക പണ്ടേ ഇങ്ങനെ കോളേജ് ക്ലാസ് ടൈമിൽ തമാശക്കായിട്ടൊക്കെ പറഞ്ഞു പോയത്. ഇങ്ങനെ നമ്മള് ആൾക്കാരെ ചിരിപ്പിക്കാൻ നേരത്ത് നമ്മൾ കോളേജിലൊക്കെ നമ്മൾ മെയിൻ ആവുമല്ലോ കയറിയേക്കുമ്പോ. ഓൾറെഡി ഡയലോഗുകളൊക്കെ ക്രിസ്പി എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞ് ഡിങ്കോൾഫി ഒക്കെ ഫസ്റ്റ് ടൈം വരുന്ന വാക്കായതുകൊണ്ട് നമ്മൾ ആൾക്കാരിലേക്ക് അത് എത്തിക്കാനായിട്ട് അങ്ങനെ സൗഭിക്കയുടെ വോയിസാണ് ഏറ്റവും കുറവ് സമയം എടുത്തതെന്ന് തോന്നുന്നു. ഫീമെയിൽ വേർഷൻ എന്തെങ്കിലും നോക്കിയായിരുന്നു? എന്താ ഞങ്ങൾക്കും പെങ്ങള് നന്നായിട്ട് ചെയ്യും മിമിക്രി. അപ്പൊ പിന്നെ നമ്മളൊരു ഇത് കൊടുക്കണ്ടല്ലോ, ഇനിയിപ്പോ നിങ്ങൾ ഒരുമിച്ച് വീഡിയോസ് വരോ? ഇല്ല, അവള് മിമിക്രി ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ആൾക്ക് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കറിയാം ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രായം തികയുന്നതിന് നമ്മുടെ പൈസ വരാൻ നേരത്ത് നമുക്ക് പ്രശ്നം. ഞാനൊക്കെ കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് പൈസ, എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ പൈസ എൻ്റെ കിട്ടുമായിരുന്നു. അപ്പം നമുക്ക് പൈസ കിട്ടി തുടങ്ങാൻ നേരത്ത് പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകും. പിന്നെ അത് പാഷനാവും. പിന്നീട് അതിന് പാഷൻ എന്ന് പറയണം, പൈസ കിട്ടി തുടങ്ങാൻ നേരത്ത് നമ്മൾ പോകുമല്ലോ. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. നമ്മൾ നമ്മുടേതായിട്ടുള്ള സേവിങ്സ് ആക്കുന്നു. ഈ പറഞ്ഞ മിമിക്രി എന്നത് ഒരു ജോബ് ആക്കണം, അല്ലെങ്കിൽ ഇതെന്താണ് പാഷൻ, അല്ലെങ്കിൽ പ്രൊഫഷനായിട്ട് ഞാനിത് ചൂസ് ചെയ്യണമെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. വഴി മാത്രമാണ്, അങ്ങനെയാണെന്നുള്ളൂ. ഒരു റൂട്ടാണ്, പോകാനുള്ളൊരു വഴി. എയിം സിനിമ തന്നെയാണ്, സിനിമയിലേക്ക് എത്തുക, അതിന് പോകാൻ ഉള്ളൊരു വഴി. അത് ട്രാക്ക് കറക്റ്റാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചില ഓഡിയോ ലോഞ്ചിനും ചില പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിനൊക്കെ നമ്മൾ ചെല്ലാൻ നേരത്ത് ബൗൺസേഴ്സ് ഉണ്ടല്ലേ, ഇപ്പൊ എല്ലായിടത്തും ബൗൺസേഴ്സ് ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് മറ്റേ കാർഡോ ടിക്കറ്റ് ഒക്കെ തന്നാലല്ലേ അകത്ത് കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മീഡിയ ടീം ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ ചെന്ന് നിന്ന് ജസ്റ്റ് അങ്ങോട്ട് വരുവാണെങ്കിൽ തന്നെ ഒരു കയറിക്കോളാൻ പറയും. മുഖം എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കയറ്റി വിടാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് നമ്മുടെ പേര് ചേട്ടാ എൻ്റെ പേര് അശ്വന്ത് എന്നാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറില്ല. അവർ കാണാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു വഴി കറക്റ്റാണ്, എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ മിമിക്രി ആർട്ടിസ്റ്റ് പണ്ട് പല ആക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് മിമിക്രിയിൽ നിന്ന് വന്ന മലയാള സിനിമയിൽ ഇപ്പൊ സജീവമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞ കാര്യം പണ്ട്, അതായത് മിമിക്രി ആയിട്ട് സജീവമായി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ആളുകളെ ഏറ്റെടുക്കുന്ന പോലെയല്ല അന്ന് മിമിക്രി എടുക്കണേ. മിമിക്രി ജോലി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഏത് സ്റ്റേജിൽ വർക്ക് ചെയ്യണം അതൊക്കെ ഒരു ബാക്കിലോട്ട് നിർത്തും. നാടകമാണോ എന്നൊക്കെ ലാസ്റ്റ് ചോദിക്കുന്ന അവസ്ഥ വരും. കല്യാണാലോചന കിട്ടാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പൊ അവര് ഇപ്പുണ്ടോ അങ്ങനെയുള്ളതുണ്ടോ? റിയൽ ലൈഫിൽ എടുത്തതാണോ? കൊറേയൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. റിയൽ ലൈഫിൽ ആലോചനയല്ല, നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അതായത് നമ്മൾ 2 വർഷം മാറിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, ഇതിപ്പോൾ നമുക്ക് ദൂരെ നിന്ന് നമ്മുടെ കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിലേക്ക് വരാൻ നേരത്ത് അത് പറ്റൂല, അതാണ് സത്യം. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടേതായൊരു അങ്ങനെ ആവുമെന്ന് വിശ്വാസമുള്ളെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആളുകൾ ഏറ്റെടുക്കുന്ന രീതി മാറിയതുകൊണ്ട് അന്നത്തെ പ്രശ്നം ഇന്നില്ല. മിമിക്രി ഏരിയയിലേക്ക് ഉണ്ട്, നല്ല രീതിയിലുണ്ട്. എൻ്റെ കാര്യട്ടെ പറഞ്ഞ അങ്ങനല്ല, ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും സെലിബ്രിറ്റീസാണ്. ഒരു ഇത്ര ശതമാനത്തേക്കുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിക്കകത്താണ് വ്യത്യാസം. ഇപ്പോൾ കണ്ടിന്യൂസ് വീഡിയോസും ഡാൻസൊക്കെ ചെയ്യുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയും മിമിക്രിക്കാരെ ഇഷ്ടപ്പെടുന്ന രീതിയൊക്കെ രണ്ടാണ്. നമ്മളെ കാണുമ്പോൾ കുറേ എന്താ പറയുക, ഇപ്പം എനിക്ക് എല്ലാവരുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം എന്നെ കാണാൻ ബ്രോ വീഡിയോ കണ്ടൻറ്റൊക്കെ നല്ലതാണ്, അവരുടെ അടുത്ത് ഡാൻസ് അല്ല, അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്ന ഒന്നാണ്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് വിചാരിക്കണം, അങ്ങനെ ആയല്ലോ, സിനിമ മാറി. അതാ പറഞ്ഞ് മാക്സിമം നമ്മൾ പോകുന്ന റൂട്ടിലോട്ട് പോകുക എന്നുള്ളേ ഉള്ളൂ. വഴി മാത്രമാണ് ഞാൻ അതേ പറയുള്ളൂ, സിനിമയിലേക്കുള്ള വഴി, അല്ലാതെ ഇതിൽ നിൽക്കണം ഉറച്ചു നിൽക്കണമെന്നില്ല. ഈ അന്ന് പോയ ആളുണ്ടല്ലോ ഇന്നിപ്പോ സക്സസ് ആയിട്ടുള്ള നിൽക്കുന്ന സമയത്ത് തിരിച്ചു വരവ് നടത്തിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ കോണ്ടാക്ട് വെക്കാതിരിക്കുന്നൊന്നുമില്ല. കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ പഴയ പോലെ അറ്റാച്ച്മെന്റ് ഇല്ല. അന്ന് പോകാൻ നേരത്ത് ഞാൻ 0 ആണ്, ഒന്നുമില്ല എനിക്ക്. ഇപ്പോൾ എനിക്കങ്ങനെ വലിയ വെറുപ്പൊന്നുമില്ല. കാരണം ആൾക്ക് ഇപ്പോഴും ആളുടെ തീരുമാനം തന്നെയാണ് കറക്റ്റ് എന്നാണ് ഞാനും പുള്ളിയും വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് നല്ല പേയ്മെൻറ്റും അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആളാണ് വേണ്ടത്. നമ്മളങ്ങനെ അല്ലല്ലോ. ഇപ്പം ഞാൻ 2040 രക്ഷപ്പെടുമെന്ന് എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല, ഡിപ്പെൻസ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. വെറുപ്പൊന്നുമില്ല. എങ്കിലും ഇപ്പൊ അശ്വന്തിന്റെ അത്യാവശ്യം ഇപ്പൊ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ ആർട്ടിസ്റ്റിന്റെ സൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും കേട്ടോണ്ടിരിക്കുക. പെൺപിള്ളേർക്ക് ഒരു ഫാൻ ബേസ് എന്തായാലും ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം അത്യാവശ്യം പ്രപ്പോസൽസ് വരുന്നുണ്ടാവും. ഇല്ലേ? ആ ഇൻസ്റ്റാഗ്രാം നോക്കട്ടെ, അത് തൊട്ടപ്പുറത്തന്നെ എടുക്കാം. ഇല്ല സീരിയസ്ലി ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല പറയാത്തതാ. ചുമ്മാ അപ്പൊ ഫാൻസ് ഒന്നും ഇല്ല അല്ലേ? ഫാൻസ് ഒന്നുമില്ല, കാണുമ്പോ അപ്രീഷിയേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. കാണുമ്പോ ഒരു കൊള്ളാൻ ബ്രോ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഇതൊന്നുമില്ല, ഞങ്ങൾ എളിമയുണ്ട് പറയുന്നതൊക്കെ. അല്ലല്ല, ഒന്നുമില്ല, അങ്ങനെ ആരും എനിക്ക് മെസ്സേജ് അയക്കാൻ പേടിച്ചിരിക്കുന്നവർ അയച്ചു, ഇതുവരെ വന്നിട്ടില്ലാന്നാണ് പറയണത്. ഇല്ല, അയക്കണ്ട, ക്ഷീണം മാറണേള്ള സമയം എടുക്കും നല്ലോണം. ഇപ്പൊ പുതിയ മുഖം ഞാൻ പേജ് നോക്കിയപ്പോ നമ്മുടെ പെമ്പിളേരെ വളക്കാൻ പറ്റിയുള്ള 2 ഗാനം പുതിയ മുഖം, അത് മലയാളത്തില് ആർട്ടിസ്റ്റ് ഓരോരുത്തരായിട്ടാണ് വോയിസ് ചെയ്തത്. നമ്മൾ പ്രസന്റ് ചെയ്യുക ഡയലോഗ് പറയാൻ ഈസി, അത് പാട്ടിലൂടെ കൺവേ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ആ പുതിയ മുഖം ഒന്ന് കേൾക്കണം. ഉണ്ണിമൂന്നിനെ വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്തത്. കാണേ കാണേ കൺമൂടുന്നീതാ, കേൾക്കേ കേൾക്കേ കാതടയും രോദനമെങ്ങോ, പാടുവാസി ദൂരെ ദൂരെ ഇന്നേകാന്തമാം ഗാനം പോലെ കതിരണിയും കനകനിലാവ്, ഒരു സാന്ത്വനം മൃദു സാന്ത്വനം, ഇനി എവിടെയാ ജാവ, ഇനി എവിടെയാണ്, ഇതെവിടെയാണ് ഈ സാധനം, എവിടെയാണ്, ആരെങ്കിലും ഒന്ന് പറ. പുതിയ മുഖമോ, ഇനിയൊരു പുതിയ മുഖം. രാജുവേട്ടന് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അന്ന് പറയാൻ മറന്നുപോയി ഫോളോ കൂടെ ചെയ്യണം. ഞാൻ ആരുടെ ഫാനെന്ന് പറയാം, വിനായകൻ. ആ വീഡിയോക്ക് താഴെ കുറെ കമന്റ്സ്. ഇതുവരെ എനിക്ക് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ ആണ്. വിനായക ചേട്ടനാവണം. ഓക്കെ, അയച്ചേട്ടാ നമസ്കാരം. നമസ്കാരം ഉണ്ട്.
ചേട്ടൻ ഞാൻ കുറെ ആഗ്രഹിച്ചായിരുന്നു ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന്. എനിക്ക് എന്നെയാണോ? എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചെന്നോ? ചേട്ടാ എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹം എല്ലാവർക്കും ഇല്ലാത്തതാണ് എൻ്റെ ഒരു ഞാൻ കേട്ടിരിക്കുന്ന ഒരു അറിവ് അങ്ങനെയാണ്. ഇല്ല ചേട്ടാ, എല്ലാവർക്കും ആഗ്രഹമാണ്, പക്ഷെ ചേട്ടന് കിട്ടാനില്ല. അല്ല, തിരക്കുണ്ട്. പൈസ ആണല്ലോ എല്ലാം. പൈസയ്ക്ക് കൊണ്ടുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മുടെ കുറച്ച് സുഖവും സൗകര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു തലമുറയിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഇവിടെ കുഴഞ്ഞുകൂടുന്ന എന്തുറപ്പാണ് നമുക്കുള്ളത്? അതൊക്കെ ഒരു വേറൊരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മാറണം. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. പൈസയാണ് അൾട്ടിമേറ്റ്. പൈസ തന്നെയാണ് അൾട്ടിമേറ്റ്. നമുക്ക് ജീവിക്കണമെങ്കിൽ അന്നം വാങ്ങണ്ടേ? പൈസ വേണം. പൈസ ഇല്ലാതെ പറ്റില്ല. ആള് നമ്മൾ ചോദിക്കാനുള്ള ഉത്തരവല്ല തന്നെ, വേറെ റൂട്ടിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ കാണുന്നോണ്ട് നമുക്കറിയാലോ. ഫസ്റ്റ് പ്രൈസ് ഇപ്പൊ കിട്ടാറില്ല, എപ്പോഴും സെക്കൻഡ് പ്രൈസ് ആണെന്ന് പറയാറില്ലേ? അപ്പൊ ആർക്കാണ് ഈ ഫസ്റ്റ് പ്രൈസ് നോക്കാറുണ്ടോ? ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പങ്കെടുത്ത സമയത്ത് ഫസ്റ്റ് കിട്ടിയിരുന്നത് അമൽ അശോകൻ. അവൻ നാഷണൽ ഫസ്റ്റ് പ്രൈസ് വിന്നറാ. അമൽ അശോക് ആയിരുന്നു ഫസ്റ്റ് അടിച്ചിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കണില്ല ആർക്കാന്നൊരു പയ്യൻ, വേറെ സ്കൂളിലെ പിള്ളേരെ അറിയത്തില്ല. അമൽ അശോകായിട്ട് അങ്ങനെ വിൻ ചെയ്തിട്ടില്ല. കോമ്പറ്റീറ്റീവായിട്ട് നമുക്ക് നമ്മുടെ അതേ വൈബിലൊക്കെ നിന്ന് സിദ്ദിഖോട് മത്സരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് നിങ്ങൾ പിന്നെ കോളേജ് തലത്തിലൊക്കെ അവൻ മഹാരാജാസ്, ഞാൻ ബെസേലിയസ് കോളേജ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ അവന്റെ കൂടെ ഒരു 10-20 പിള്ളേരുണ്ടാവും, എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം മത്സരം നടക്കുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് അവൻ്റെ ഉള്ളവർ എനിക്ക് കിട്ടും, എൻ്റെ ഉള്ളവർ അവന് കിട്ടും. അങ്ങനെ അവനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നല്ല രസമാണ്. നല്ല കണ്ടന്റ് വാല്യൂ, ഈ പറഞ്ഞ അവനും കണ്ടന്റിന് വില കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. നന്നായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാം, കളിയാക്കാൻ അറിയാം. ഇങ്ങനെ നടന്ന് ഇങ്ങനെ അവനുമായിട്ട് ഇരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് മിമിക്രി ആർട്ടിസ്റ്റ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലത് ഫസ്റ്റ് നമുക്ക് കോട്ടയം നസീറൊക്കെയാണ് ലെജൻഡറി. നമുക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം. പിന്നെ അതുപോലെ കണ്ടേക്കണത് ഏറ്റവും ബെസ്റ്റ് മഹേഷ്. ഞങ്ങള് കാരണം മഹേഷിന്റെ വളർച്ച നമുക്ക് നന്നായിട്ട് അറിയാം. മഹേഷിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങളൊക്കെ കോമഡി വിശ്വത്തിൽ സ്റ്റാറാണ്. അപ്പൊ മഹേഷിന്റെ വീഡിയോസ് ഒന്നും കോമഡി വിശ്വത്തിൽ റീച്ച് ആയിട്ടില്ല. അന്ന് കാണുന്ന മഹേഷ് അല്ല ഇപ്പൊ കാണുന്നത്. അവന്റെ റൂട്ട്, അവനോട് വന്നാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭ്രാന്താവും. ചിലപ്പോ നമുക്ക് ഈ പണി നിർത്തി പോകണമെന്നൊക്കെ തോന്നും. പിന്നെ അവൻ ഫുൾ ടൈം അവന്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റാറില്ല. അവനിങ്ങനെ ചിന്തിച്ച് ഫുൾ ടൈം വോയിസുകളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഹാർഡ് വർക്കാണ്, അതേ അറിയുള്ളൂ. ഞാൻ അവൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞ ടൈമിലൊക്കെ മഹേഷ് തിരിച്ചു വരും നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും ഒരു പ്രശ്നവുമില്ല, അവൻ ഇത്ര ദിവസം മതി അവന് റിക്കവർ ആവാനായിട്ട്. ബ്ലഡ് അവൻ ആക്കി എടുത്തു. അവന് ഇനി തിരിഞ്ഞു നോക്കണ്ടല്ലോ. എല്ലാവരും തമ്മിൽ കൂട്ടാണ്. പ്രോഗ്രാമിൻ്റെ കാര്യമാണെങ്കിലും നമുക്കൊക്കെ കണക്ട് ചെയ്തൊക്കെ തരും. അവനും തരും, സിദ്ദിഖും തരും, ഞാനും ഒക്കെ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് ഓടി കേട്ട്. ഇപ്പം ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ആൻഡ് ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ സൗബിക്കയുടെ തന്നെ സൗബിക്ക് വേണ്ടിയിട്ടൊരു റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ആക്ടിങ് ഭയങ്കര ഇഷ്ടമുണ്ടോ? അതായത് അത് ഈ മിമിക്രിക്ക് മുമ്പ് തന്നെ അഭിനയം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നോ? ഞാൻ സ്കൂളിൽ ഫസ്റ്റ് എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടർ കിട്ടിയതാണ് ജില്ലാതലത്തിൽ ഡ്രാമ ചെയ്തിട്ട്. അതുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ എഴുതാൻ ഇഷ്ടമാണ്. ഞങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പം ഷിജിനായിട്ട് സംസാരിക്കാൻ ഷിജിനായിട്ട് കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കണ്ടന്റ് ആക്കും. ഞാനിത് അവസാനം ചോദിക്കാതെ കാരണം നമുക്ക് നമ്മുടെ മാനറിസം പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ സൗണ്ട് അടിച്ചു പോയി ഗൈസ്, ഓൾറെഡി പനിയൊക്കെ പിടിച്ചു പോയി, എങ്കിലും എനിക്ക് മാനറിസം ഒക്കെ കാണിച്ചാൽ അവസാനം പോകും. അപ്പോൾ കണ്ടന്റുകൾ കിട്ടും. കണ്ടന്റ് എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓരോ കഥകൾ പറയും, കഥകൾ പറയാനും ഇഷ്ടമാണ്. അപ്പോൾ ഓരോ കഥ പറയുമ്പോൾ ഒരാളുടെ അടുത്ത് പറയുന്ന കഥ രണ്ടാമത്തെ പറയുമ്പോൾ കുറച്ചുകൂടെ കണ്ടന്റ് കിട്ടും. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് കഥ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആക്ട് ചെയ്യാനും ഇഷ്ടമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അവസരമില്ല, ഇപ്പം അവസരം ഉണ്ടല്ലോ. ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യാം. ആക്ടിങ് ഉണ്ട്, ആക്ടിങ് വേണം, സിനിമയിലെത്തണം, എഴുതണം എന്നൊക്കെ പല പല ആഗ്രഹങ്ങൾ. ഒരെണ്ണമൊന്നുമില്ല. ഈ വീട്ടിൽ പണ്ട് ഇപ്പം അച്ഛൻ പൊളിറ്റിക്സിലുള്ള ആളാണെന്ന് അറിയാം. ഇപ്പം പൊതുവെ പാരൻസ് എന്താ വിചാരിക്കുക, പഠിക്കുക, ഒരു ജോലി വാങ്ങുക, ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആക്കാന്നാണ്. ഈ മിമിക്രി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ തന്നെ അഫ്കോഴ്സ് വീട്ടിൽ നിന്നൊരു മോനെ വേണ്ട അല്ലെങ്കിൽ ഒരു വിളി. എങ്ങനെയാ വീട്ടിലെല്ലാവരുടെ? അമ്മ പറയുമായിരുന്നു നമുക്ക് ജോലിക്ക് പോകണം, PSC ടെസ്റ്റ് എഴുതണം എന്നൊക്കെ. ഞാൻ ഒരു ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഇതുവരെയായിട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ പക്ഷേ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ പറയും ഇഷ്ടത്തിന് വെക്കോ. ഇതുവരെ എനിക്ക് പ്രഷർ തന്നിട്ടില്ല. കാരണം എൻ്റെ കൂടെ ഉള്ളവന്മാരെല്ലാം നല്ല ഹൈ പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്കൂളിൽ പഠിച്ചവർ. അവരെല്ലാവരും പല വിദേശത്തൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ഞാൻ മാത്രമാണ് ഇതുമായിട്ട് നിൽക്കുന്നത്. പക്ഷേ അച്ഛൻ തന്ന സപ്പോർട്ടും പിന്നെ അമ്മ ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്കായി നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു തോട്ട് വന്നു. അതിന് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഹാർഡ് വർക്ക് ഇട്ടെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അതവർ നന്നായിട്ട് തന്നിട്ടുണ്ട്.
ഒരു ഘട്ടത്തിൽ നമ്മളങ്ങനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലൊന്നും ആക്കിയിട്ടില്ല. ഇപ്പോഴും പറയണം അത് തന്നെ, എത്ര വയസ്സിൽ രക്ഷപ്പെടുന്നൊന്നും അവർക്ക് അറിയണ്ടാകും. ഇതാണ് റൂട്ടെങ്കിൽ ഇങ്ങനെ തന്നെ പൊക്കോളാൻ പറയണം. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് അച്ഛനും അമ്മയ്ക്കും അറിയുള്ളൂ. എനിക്കത് അച്ഛൻ ഭയങ്കരമായിട്ട് ഒരു വീഡിയോ കണ്ട ഇത് പറയും, എടാ ശരിയായിട്ടില്ല, അത് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ അച്ഛന് ഇഷ്ടപ്പെട്ട് പെർഫെക്റ്റ് 100% നീ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? സൗബിന്റെ പൃഥ്വിരാജിന്റെ വോയിസ് ചെയ്യുന്ന അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛൻ എപ്പോഴും പറയും, ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര സ്കെൽട്ടനായിട്ടിരിക്കുവാണ്, അപ്പം എൻ്റെ തൊണ്ടയിൽ നിന്ന് ഈ ശബ്ദം വരൂല്ലെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ആ സാധനം കേൾക്കുമ്പോൾ നല്ല രസമാണെന്ന് പറയുമായിരുന്നു. പൃഥ്വിരാജിന്റെ വോയിസ് ചെയ്യുന്ന ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ എപ്പോഴും പഠിക്കാൻ പറയണം മമ്മൂക്കാണ്. അച്ഛൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ്. പഠിച്ചു നോക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് കിട്ടൂല, പാടാണ്. ചുമ്മാ ചെറുതായിട്ടൊക്കെ പറയുന്നല്ലോ, അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഈ പഴയ ആർട്ടിസ്റ്റിനെ മാറ്റി ഇപ്പം യൂത്തമാരാണോ ഫോക്കസ്? പറ്റൂല. നമ്മള് ഇതൊരു സ്റ്റാർ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ, നമുക്കൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ ഇത് നോക്കുമ്പോൾ ദുൽഖർ സൽമാന്റെ സീൻ ഒരു സ്റ്റേജിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന കൈയുടെ അതേ അളവ് തന്നെ ഷൈൻ ടോം ചാക്കോന്റെ ചെയ്യുമ്പോൾ കിട്ടും. സീൻ കാണുമ്പോൾ കിട്ടും. അങ്ങനെയാണ്. ഷെയ്ൻ നിഗത്തിന് കിട്ടുന്ന കൈഡി തന്നെ വിജയ്ക്ക് ആ ലെവല് കൈഡി കിട്ടാറുണ്ട്, അല്ലെങ്കിൽ വിജയ്ക്ക് കിട്ടുന്ന കൈഡി ഷെയ്ന് കിട്ടാറുണ്ട്. അത് അവരത്ര ഇൻഫ്ലുവൻസ് നമ്മുടെ ഓഡിയൻസിലേക്ക് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റീസിന്റെ സൗണ്ട് കേൾക്കാം. ഇപ്പൊ നമ്മൾ പൊതുവെ എന്റെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ എടാ ഇന്നാളെ വിളിച്ചൊന്ന് പറ്റിക്കണം, അങ്ങനെ ചെയ്യാറുണ്ടോ? കോൾസ് തരാറുണ്ടോ? ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസിലേട്ടനെ. നീ ഒന്ന് ബേസിലാന്ന് പറഞ്ഞ എന്തുകൊണ്ട് വളരെ സുഖമാണെന്നൊക്കെ ചോദിച്ചു വർത്താനം പറഞ്ഞ് നമ്മള് നിൽക്കും. അതിനെ പറ്റി കണ്ടുപിടിക്കാറുണ്ടോ? പിടികൊടുക്കാറില്ല. ഇടയ്ക്കൊക്കെ കണ്ടുപിടിക്കുമ്പോ ഞാൻ ചിരിച്ചിട്ട് ഹലോ ഞാനിതാണെന്നൊക്കെ സ്വയം നമ്മള് നാണം കണ്ടില്ല അതെടുത്തിട്ട്. പിന്നെ ഈ പറഞ്ഞ എന്റെ കണ്ടന്റിന്റെ ബാക്കിലെല്ലാം ടീമുണ്ട് നമുക്ക്. ഞാനൊരു കണ്ടന്റ് എഴുതി അല്ലെങ്കിൽ എന്റെ കണ്ടന്റിൽ മൈൻഡിലൊരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കും. ഞങ്ങൾക്ക് ഒരു V4 വയ്ക്കുന്ന ഒരു ടീമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ എന്റെ കൂടെ ഇവിടെ വന്ന് ഈ രണ്ടുപേര് അവർ രണ്ടുപേരുമാണ് തീരുമാനിക്കുന്നത്. ഫൈനൽ പറയും. ഒരാൾ എഡിറ്ററാണ്, കാണാൻ ലുക്കില്ലെങ്കിലും പ്രോ എഡിറ്ററാണ്, നമ്മുടെ ചേട്ടച്ചാരാണ്. പുള്ളി പറയും അവനും വിഷ്ണു ഇവർ രണ്ടുപേരുമാണ് ഡിസൈഡ് ചെയ്യണം. ഷൂട്ട് ചെയ്യുന്ന അവനായിരിക്കും, അല്ലെങ്കിൽ അവനുള്ളപ്പോ പുള്ളി ഷൂട്ട് ചെയ്യും, ഞങ്ങൾ തമ്മിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ രണ്ടുപേരും കൂടെയാണ്, ഇവർ രണ്ടും തീരുമാനിക്കും, നമ്മൾ ചെയ്യും. സപ്പോർട്ടായിട്ട് ആളുകൾ ഉണ്ടാവാന്ന് പറയുന്നത്. ഞാൻ ഇവിടെ പോലും ഉണ്ടാവും, എൻ്റെ കൂടെ ഇവർ രണ്ടുപേരും ഉണ്ടാവും. പിന്നെ ഒരാൾ ദൂരെ കൂടുതലുണ്ട്. ഇപ്പൊ സന്ദീപ് എന്ന് പറഞ്ഞ കുമളിയില, ഇവിടുന്ന് ഞങ്ങൾ ചെയ്തിട്ട് അയച്ചു കൊടുക്കും. പുള്ളി അപ്രൂവല് അത് ഓക്കേടാ ഇട്ടോളാൻ പറയും. അങ്ങനെ കാരണം ഒരു മിമിക്രിക്കാരന് അറിയാൻ പറ്റുമോ അതിന്റെ റൂട്ട് എന്താന്നുള്ളത്. പിന്നെ ഒട്ടും അറിയാൻ മേലാത്ത ആർക്കെങ്കിലും അയച്ചു കൊടുക്കും. മിമിക്രിനെ പറ്റി ഒരു ഇതുമില്ലാത്ത അമ്മയുടെ അടുത്തൊക്കെ ഞാൻ നിന്ന് ഷെയ്ൻ നിഗത്തിനെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഇത് ആരാന്നൊക്കെ ചോദിക്കുമായിരുന്നു ആദ്യം. ഇപ്പൊ അമ്മയും പഠിച്ചു. ഇത് ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴേ ചിലപ്പോ നമ്മുടെ ഇത് പാളി പോവാ, നമുക്ക് അറിയില്ല. എത്ര വട്ടം അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിരുന്ന് കണ്ണക്കറിഞ്ഞുണ്ട്. കഴിഞ്ഞ ദിവസം ഹയാത്തിലൊരു ഷോ നടന്നപ്പം കലാഭവൻ ജിൻഡോ ചേട്ടൻ്റെ ഷോ. അപ്പം ഓൾറെഡി ഞാൻ തലേദിവസം എന്തോ ഷോ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം എനിക്ക് സ്ട്രെസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നെ നേരത്തെ കയറ്റി എനിക്ക് ഉറക്കം വരുന്നത് പറ്റണല്ലോ. ആദ്യമായിട്ട് ലൈഫിൽ സ്പോട്ട് ഡബ് നമ്മളൊരു ഒറ്റ മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് 10-12 മിനിറ്റ് ഒറ്റ സ്ട്രെച്ചിൽ പോകും. ഒരു ഡയലോഗ് മറന്നുപോയാൽ മൊത്തം തെറ്റും. ഒരെണ്ണം മറന്നുപോയി ആദ്യം, എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ അടുത്ത ഡയലോഗ് ഓർത്ത് പിടിച്ച്. പക്ഷെ ഓഡിയൻസിന് അറിയില്ലല്ലോ. ഞാൻ പകുതിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് കട്ടായി ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ എന്നിട്ട് മതി എന്ന് പറഞ്ഞ് മൈക്കിൽ കൂടെ. അപ്പം പുള്ളിയുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ കാണണം. ഞാൻ ഓഡിയൻസിൻ്റെ അടുത്ത് സോറി പറഞ്ഞു മാപ്പ് വിചാരിക്കല്. പക്ഷെ ഓഡിയൻസ് ഞാൻ ഒന്നുകൂടി ഇട്ടോ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് രണ്ടാമത് ചെയ്ത്. ഞാൻ ചേട്ടനുണ്ടായിരുന്നു എന്നോട്. എന്നിട്ട് പക്ഷെ ഓഡിയൻസ് നല്ല സപ്പോർട്ട് ചെയ്യുന്നു. പോട്ടെ ബ്രോ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അത് പോസിറ്റീവ് ആയിരുന്നു. അത് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാളെ ചെയ്തിട്ട് വേറൊരാളായി പോയ സിറ്റുവേഷൻ ഉണ്ടോ? ഉണ്ട്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? അതൊരു സ്റ്റേജില് ഞാനിങ്ങനെ അനൗൺസ് ചെയ്തു. നമ്മള് ഡയലോഗ് അടിക്കൂലോ, മലയാളത്തിന്റെ താരപുത്രൻ ദുൽഖർ സൽമാൻ തകർത്തഭിനയിച്ച ചാർലി എന്ന ചിത്രത്തിലെ ഹിറ്റ് ഡയലോഗാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ ശബ്ദത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പറയുമ്പം ആരെങ്കിലും ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തൊക്കെ എന്നിട്ട് ഞാൻ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. ആൾക്കാർ കൈയടിക്കും. അത് ഉൾക്കറിന്റെ പേരുണ്ട് പൃഥ്വിരാജിന്റെ വോയിസ് ചെയ്തായിരുന്നു. അപ്പൊ സൈഡിൽ ഇങ്ങനെ രാജേഷേട്ടൻ ഇങ്ങനെ എന്നിട്ട് രാജേഷേട്ടൻ തിരുത്തും. അത് പൃഥ്വിരാജിന്റെ വോയിസ് വളരെ നന്നായിട്ട് ചെയ്തു. ഇനി ദുൽഖറിന്റെ അങ്ങനെ ടാക്കിൾ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇത് വേണം, അതായത് തൊലിക്കിട്ടി എന്നൊരു പരിപാടി ഉണ്ടല്ലോ. നമ്മള് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു താഴെ നിന്നിട്ട് സ്റ്റേജിന്റെ എത്രയോട്ട് പറഞ്ഞേക്കുന്നു. സ്പോട്ട് ഡബ് ഇപ്പോഴും അറിയാൻ പാടില്ല. സ്പോട്ട് ഡബ് നേരത്തെ നമ്മൾ എൽ ബോൾ ആണെങ്കിൽ ഓഡിയൻസിന് നമ്മൾ ഇച്ചിരി സൈഡ് ഫേവർ ആയിട്ടല്ലേ പറഞ്ഞു. അപ്പൊ ഒരു ലൈറ്റ് നമ്മളെ സ്പോട്ട് ലൈറ്റ് ഇട്ട് തരും. ഒരു ചേട്ടൻ ഒരു ദിവസം വന്നിട്ട് എന്റെ കാലെ പിടിച്ച് വലിക്കുക. ലിപ്പ് തെറ്റിയപ്പോല്ല, മാറി ചേട്ടാ മാറി. അപ്പൊ BGM ഒക്കെ വരുമ്പോൾ എന്താ എന്റെ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞു ഞങ്ങക്ക് കാണണ്ടേന്ന്. അപ്പൊ പിന്നെ ആരുടെ അബ്ബി അങ്ങനെ ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയില്ല, നമ്മൾ പിന്നെ അതൊക്കെ നാദൃശിക്ക് വഴക്കിടും ഓഡിയൻസിന്. പിന്നെ
പക്ഷെ പുള്ളിയുടെ കാര്യമൊന്നും പറഞ്ഞതുവരെ കേട്ടിട്ടില്ല. നമ്മളെന്തെങ്കിലും ചെയ്യണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കൂവൊക്കെ ആണെങ്കിൽ ആവശ്യം മോനെ നീ മിണ്ടരുത്, ഇങ്ങനെ മറ്റേ പ്രിൻസിപ്പളൊക്കെ സ്കൂളിൽ വഴക്കെടുത്തില്ലേ, അതുപോലെ ഓഡിയൻസ് എത്ര അടിച്ചിട്ട് നിങ്ങൾ ചേട്ടന്മാരൊക്കെയാണെങ്കിലും പുള്ളിയോടുള്ളൊരു വിലയുണ്ടല്ലോ, സോറി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിന്ന് ചെയ്യും. പുള്ളി അടിപൊളി. ഈ ദിലീപേട്ടനെ കാണണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കണ്ട സമയത്ത് ഫാൻ ബോയ് ആണ്. ദിലീപേട്ടനെ കണ്ട സമയത്ത് ഫാൻ ബോയ് ആണ്. ഇപ്പൊ ഭയങ്കര ക്ലോസ് ആണ് നിങ്ങൾ, ഓഫ്കോഴ്സ് വർക്ക് പ്ലേസില്. ദിലീപേട്ടന്റെ അടുത്ത് ദിലീപേട്ടന്റെ വോയിസ് കാണിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ മുമ്പിൽ അദ്ദേഹത്തെ പെർഫോം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു റിയാക്ഷൻ? എന്തായിരുന്നു? ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡറിയാണ്. ആൾക്ക് ആളുടെ വോയിസ്, എനിക്കിപ്പോൾ എൻ്റെ വോയിസ് എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ വോയിസ് ചെവി അടച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം ഏകദേശം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് പറയണം. ഏതെങ്കിലും ചെവി അടച്ചിട്ട് സംസാരിച്ചു അതാണ് നമ്മുടെ വോയിസ് എന്നാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ വോയിസിനെ പറ്റി വ്യക്തമായ ഇതുണ്ട്. ഞാൻ ചെയ്ത എൻ്റെ അടുത്ത് എല്ലാവരും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാണ്. നാദർഷികത്രമാണ് ദിലീപേട്ടനെ ഞാൻ ചെയ്ത കാണുന്നത്. ദിലീപേട്ടൻ കൊള്ളാടാ. പക്ഷെ പുള്ളി ആ പറയണത് ഞാൻ സംസാരിക്കാൻ ലാസ്റ്റ് ഒരു ബ്രീത്തിൻ്റെ കൺട്രോൾ ഉണ്ട്, ആ കൺട്രോൾ അവൻ്റെ അടുത്ത് ശരിയാക്കാൻ പറ, അവിടെ വോയിസ് പെർഫെക്റ്റ് ആവുമെന്ന് പുള്ളി പറഞ്ഞു. അത്തരം പുള്ളിക്ക് ഉള്ള വോയിസിനെ പറ്റി ഒരു ഗ്രാഹ്യമുണ്ട്, വേറെ ആരും അങ്ങനെ പറഞ്ഞറിയത്തില്ല. സൗഭിക്കൊക്കെ ആണെങ്കിലും ഇവിടെ കണ്ടടാ കൊള്ളാടാ നന്നായിട്ടുണ്ടാ, നിന്നെ കാണുന്നു, നീ എന്താ വിളിക്കാത്ത നടത്തി, അങ്ങനെ പുള്ളി ആ ഒരു റൂട്ടിൽ പോകും. ഞാൻ 6 വർഷം ശേഷം മീറ്റ് ചെയ്യുന്നത്. ഞാൻ 9 പടം ട്രാക്ക് ഡബ് ചെയ്ത ആൾക്ക് സൗഭിക്കയുടെ 9 പടം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അർജുൻ ചേട്ടനെ ഇപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അർജുൻ അശോകൻ ചേട്ടനും ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടീവാണ്. ജൂൺ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലൊക്കേഷൻ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചാണ്, എടാ എൻ്റെ വോയിസ് ഒന്ന് ചെയ്യടാ. അപ്പം നമ്മളങ്ങനെ ആൾക്ക് സ്റ്റാർ വാല്യൂ ലെവലിലേക്ക് ആൾ കയറി വരുന്നു. അപ്പം നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ഇടും. അപ്പം എനിക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ സൂപ്പർ സെവനിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഓക്കെ സെറ്റ്, പിന്നെ രോമാഞ്ചം, പിന്നെ അങ്ങോട്ട് കത്തി കയറി വരുന്നില്ല. അപ്പം ഞാൻ അയച്ചു കൊടുക്കും. അപ്പോഴും കോണ്ടാക്ട് ആളുടെ അപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ അതുപോലെ ഒരു അനിയൻ പയ്യനെ പോലെ നമ്മളെ കാണുന്നുണ്ട്. സ്പേസ് തരും എവിടെ പോയാലും, മെസ്സേജ് അയച്ചാലും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിടുമ്പോൾ പുള്ളി എടുത്ത് ഷെയർ ചെയ്യാറുണ്ട്, കൊള്ളാടാന്നും പറഞ്ഞിടും. പിന്നെ ഇപ്പൊ ഞാൻ ഇത്തിരി കളിയാക്കലോടെ എങ്ങനെയുണ്ട്, ഞാൻ എല്ലാത്തിലും ബ്രഹ്മയോഗത്തിനകത്ത് എന്തെങ്കിലും പറയുമ്പോ ഒക്കെ ഒരു ഭാഗ്യം പോലെ പോയടാ ദൂരിയോടെന്ന് പറഞ്ഞ ആട്ടു, അങ്ങനെ കമ്പനിയുണ്ട്. അതിലെ ഒരു അജു ചേട്ടൻ ഒന്ന് പറയോ? അടിയന് പോവാതെ ഇത് കരുക്കള്, ഇത് രണ്ടും പോയിട, എറിയുമ്പോൾ വീഴുന്നതിന് രണ്ടും നോക്കി കരു നീക്കണം, ആദ്യം ഇവിടെ കരുവത്തുന്നാൾ വിജയിക്കും. ഒക്കെ ഒരു ഭാഗ്യം പോലെ. അറിയാലോ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ്, തമ്പ്രാൻ സഹായിച്ച എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ആ സിനിമ ഓർമ്മ വരുന്നു കേട്ടോ. ഇത് പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പറയുന്നില്ലേ, ഇപ്പൊ കുട്ടികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അതുപോലത്തെ കുട്ടികൾ എൻ്റെ മുന്നേ സൂപ്പർ സ്റ്റുഡൻസ് ആണ്. എന്നെ അണ്ണാന്നാ വിളിക്കുന്നത്, അണ്ണ ചേട്ടാ. തിരുവനന്തപുരം അല്ലല്ല വൈക്കം, കൊല്ലത്തിന്റെ മിനിയേച്ചറാണ് അല്ലേ, അങ്ങനെ വേണേ പറയാം. ഞാൻ അവരെ ഞാൻ കോക്കോ സ്റ്റേറ്റ് പ്ലെയർ ആണ്. ഞാൻ അത്ലറ്റിക്സ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ്. എന്തൊക്കെ കഴിവുണ്ട് ഇതൊന്നും അല്ലാതെ ഞാൻ അത്ലറ്റിക്സിൽ 100, 200, 400 മീറ്റർ ചെയ്തുകൊണ്ടിരുന്നതാണ്. 3000 മീറ്റർ കേരള റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുണ്ട്. കബഡി യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു. കോക്കോ സ്റ്റേറ്റ് പോയിട്ടുണ്ട്. അത്ലറ്റിക്സ് ആയിരുന്നു മെയിൻ. അത്ലറ്റായിട്ട് അറിയപ്പെടണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് ആദ്യം. പിന്നെ ഇത് വന്ന് ചാടി. പിന്നെ നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒന്നും വിലയില്ല. CBSE കിട്ടാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റിന് വില ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളത് വിട്ടു. അപ്പോൾ ഞാൻ ആ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗെയിമിൻ്റെ സമയത്ത് മാത്രം ഞാൻ അവരെ പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഈ റീസെൻ്റ്ലി ഇപ്പോൾ കോട്ടയം ജില്ലയുടെ ഡിസ്ട്രിക്ട് ടീം മുഴുവൻ എൻ്റെയാണ്. 2 ഗേൾസ് ടീമുണ്ട്, 2 ബോയ്സ് ടീമുണ്ട്. അത് നമ്മുടെ എൻ്റെ ടീമാണ് പോകണം. അപ്പം വിന്നേഴ്സ് ആയതുകൊണ്ട് ഇപ്പം എന്നെ സ്കൂളിൽ PT സാറായിട്ട് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞ പിള്ളേർ കേൾക്കും, പേടിച്ചിട്ടല്ല, സ്നേഹം കൊണ്ടാണ്. അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. ചേട്ടാ എന്ന് പറഞ്ഞ് ചേട്ടൻ ചേച്ചി ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേൾക്കും. എനിക്കത് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു പോകുന്നുണ്ട്. ഹാപ്പിയാണ് ഞാൻ, ഭയങ്കര എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. ഭയങ്കര ഹാപ്പിയാ. നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒരിക്കലും ഓർത്തിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം സിനിമ റൈറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരാളുടെ കീഴിൽ നിൽക്കാണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത്, സ്വന്തമായിട്ട് അഭിനയിച്ച്, സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്ത്, പ്രൊഡ്യൂസ് ചെയ്തൊന്നുമില്ല. ഞങ്ങൾക്ക് നല്ല കണ്ടന്റ്, ഒരു മിമിക്രിക്കാരൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം നല്ല രീതിയിൽ. അല്ലെ ഇങ്ങനെ വന്നിട്ട് ഒരു മിമിക്രിക്കാരൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് പറയാ, ഒരു മിമിക്രിക്കാരനാണ് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുന്നത്, അങ്ങനെ ചോദിക്കില്ല. നല്ല രീതിയിലുള്ള അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ആക്ടിങ്ങിലും നമുക്ക് കോമഡി ചെയ്യരുത്,
നല്ല സീരിയസ് ആയിട്ടുള്ള റോളുകൾ, നെഗറ്റീവ് ഷെയ്ഡ്സ് ക്യാരക്ടറൊക്കെ ചെയ്യണം. അതെ, ഇപ്പൊ കോമഡി ചെയ്തവരൊക്കെ വില്ലൻ വേഷം, വില്ലൻ ചെയ്തവരൊക്കെ തിരിച്ച് കോമഡി വേഷം. അത് നിങ്ങൾ ഓൾറെഡി കോമഡി ചെയ്യുന്നവർക്ക് ഉള്ളിലുണ്ടോ ഇത് മാറ്റി പിടിച്ച് എനിക്ക് അങ്ങനെ ചെയ്യണം? ഓൾറെഡി എല്ലാവരുടെ ആഗ്രഹമാണോ? ഉണ്ടാവും, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. നാദർഷിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഇക്കടുത്ത് ചോദിച്ചു, എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം, AD ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അതൊന്നും ഇപ്പോൾ ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല, നീ പോണ്ട്. ഞാനാണോ നീ അഭിനയിക്കട ഒരു വേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കോ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. നീ നീ അഭിനയിക്കുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ തമാശയാണെങ്കിൽ എനിക്ക് വേണ്ട, തമാശ പറഞ്ഞ് വലിപ്പിക്കാൻ പാടാണ്. തമാശ ചെയ്യുന്നത് തന്നെ ഭയങ്കര റിസ്ക്കാണ്. തമാശ ചെയ്ത് പരാജയപ്പെട്ടാൽ നമ്മൾ ഫീൽഡ് ഔട്ടാ. ഇതാണെങ്കിൽ നമുക്ക് കയറി വരാം. അപ്പോൾ അവൻ്റെയൊക്കെ തമാശയൊക്കെ അവിടെ അവിടെ ഫീൽഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഗൈഡ് അറിയാലോ. ഇവന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് കോമഡി ആയിട്ടില്ലെങ്കിൽ മനസ്സിലാവും, ഇത് ഇവിടെ ചെലവാവില്ല. പണ്ടൊന്നും ഞാൻ പറഞ്ഞ തിരിച്ചു പറയും. ഇപ്പൊ എല്ലാരും ആ മീറ്റർ അറിയാലോ. പിന്നെ എന്തോരം വെട്ടിയാരുടെയൊക്കെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. നമ്മളങ്ങനെ കോമഡി കളിക്കാൻ നിൽക്കാറില്ല. നമുക്ക് നമ്മുടെ കാര്യം സീരിയസ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയും കുറച്ച് നന്മയൊക്കെ കൂടെ വാരി വെതറി മിമിക്രി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു റൂട്ട്. സോഷ്യൽ കമ്മിറ്റ്മെന്റ്. വെറുതെ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ നേരത്ത് ഞാനിപ്പോ ആ വീഡിയോയിൽ നിന്നിട്ട് അണക്കെട്ട് പൊട്ടാൻ പോവാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടാ എന്ന് പറയും. മറിച്ചിട്ട് ആസിഫിക്കയുടെ വോയിസിൽ ഇനിയും നമ്മൾ അങ്ങനെ പറയുമ്പോൾ എടുക്കുന്നത്, ദുൽഖർ പറയുമ്പോഴും എടുക്കുമ്പോൾ ആൾക്കാർ റിസീവ് ചെയ്യുന്ന രീതി വേറെയാണ്. സത്യം. അതുകൊണ്ട് നമ്മൾ എനിക്കൊരു ഈ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ ആളുകൾ ട്രോൾ രീതിയിലും തെറി പറയാറുണ്ട്. അതിനടി തെറി കിട്ടില്ല. എന്നെ അച്ഛനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നമ്മൾ തിരിച്ചു പറയൂടാ, നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ നേരിട്ട് വരട്ടെ, അവനവന്റെ അറിയുന്ന ആരോട്ടെ, എനിക്ക് ഉറപ്പാണ്. ആദ്യത്തെ കമന്റ് നമ്മള് ഭയങ്കരമായിട്ട് അറിയുന്ന ആരെങ്കിലും. പിന്നെ അല്ലാതെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ടാണ്. ഞങ്ങൾ അന്ന് രാത്രി തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യരുത്. പിന്നെ ഞങ്ങൾ 10-30 പേര് ഒരുമിച്ചിരുന്ന് ഞങ്ങളും വേറെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ചങ്ങ് തുടങ്ങി. നല്ല നമ്മളാ അവനോട്ടൊന്നും പറഞ്ഞു കേൾക്കാൻ പറ്റിയ വലിയ പുള്ളിയാണ്. പിന്നെ അക്ഷരമാല ക്രമത്തിൽ തെറി പറയാറിയാണ് പുള്ളി. ഫേസ് കാണാനേ ഓഡിയൻസ് ഭയങ്കര. വിഷ്ണു VP എന്നാണ് പേര്, വൈക്കത്താണ്, കിൻഫ്രയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ പുള്ളി സെറ്റ്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ വോയിസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ അതുപോലെ പ്രസന്റ് ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയ ഡയലോഗുകളായിരിക്കും. ഇതെങ്ങനെ ഇത്രയും കാണാതെ പഠിക്കണേ? അതൊരു വന്നു പോണതാണ്. ഓൾറെഡി ബുജ്ജിക്കിട്ടാണല്ലോ. ഞാൻ എനിക്ക് മാത്സിന് 4 മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് 0 ഒക്കെ ആയിരുന്നു. 4 ഉണ്ട്. അപ്പൊ ഞങ്ങളെക്കാട്ടും വലിയ മാർക്ക്. അതെന്തോ മൈൻഡിൽ പെട്ടെന്ന് ഫീഡ് ചെയ്യാനുള്ള ദൈവം തന്നു. അത് വലിയ കാര്യമാണ്. ഡയലോഗ് ഒരു വട്ടം വായിച്ച എനിക്ക് ഒരു വട്ടം എഴുതി കഴിഞ്ഞാൽ ഞാൻ മറക്കൂല. ഒരു തവണ എഴുതി കഴിഞ്ഞാൽ ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ മറക്കൂല. അതൊക്കെ കിട്ടിയെങ്കിൽ ഞാനൊക്കെ ആരാ. എല്ലാം ദൈവം കൊടുക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ്, നമ്മുടെ ടൊവിനോ പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് വേറൊരു നടൻ പറഞ്ഞെങ്കിലും ഇരിക്കും. ടാസ്ക് സാപ്പായിട്ട് ചെയ്യാൻ പറ്റുമോ? കേൾക്കണമെന്നുണ്ട് ലൈവായിട്ട്. ലൂസിഫറിലെ ടൊവിനോയുടെ ഡയലോഗ് അത് നമ്മൾ ആര് പറയണം? ആസിഫിക്ക പറഞ്ഞ എങ്ങനെ ഇരിക്കും? ആസിഫിക്ക പറഞ്ഞ ഇതല്ലേ മുണ്ടെടുക്കാൻ അറിയാതെ. അതെ. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ, PK രാമദാസിന്റെ മകൻ ജതിൻ രാമദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്ന അത് മടക്കി കുത്താനും അറിയാം, മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന ജിസ്ജോയുടെ പടത്തിൽ അഭിനയിക്കാനും അറിയാം. ശരിക്കില്ലേ, നമ്മുടെ കാസ്റ്റ് മാറ്റിയ എങ്ങനെ ഇരിക്കുന്നൊക്കെ ഇമാജിൻ ചെയ്യാറുണ്ടല്ലോ. സെയിം ഡയലോഗ് മാറ്റി ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാൻ അച്ചു ചേട്ടനോട് അർജുൻ ചേട്ടനോട് അത്രക്ക് നമുക്ക് പേഴ്സണലി സംസാരിക്കാൻ പറയാനുണ്ട്. അർജുൻ നിർത്തി എല്ലാം പറയാറ്, അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു പോകുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ CIക്കകത്ത് കുഞ്ഞിക്ക് പറഞ്ഞിട്ട് ബസ്സിനെറിഞ്ഞ് പോസ്റ്റർ അടിച്ച് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല, ശരിക്കും ചതിക്കില്ല സാർ അമേരിക്കൻ. ആ സാധനം അർജുൻ ചേട്ടനാണെങ്കിൽ ബസ്സിനെറിഞ്ഞും പോസ്റ്റർ അടിച്ച് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് നാട്ടിൽ. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല, പക്ഷെ ഒരിക്കലും ചതിക്കൂല, വഴിയിൽ ടച്ച് പോകത്തൂല, അവരാഗ്രഹിച്ച് നടക്കാത്തട്ടൊന്നുമില്ല. സാർ അമേരിക്കൻ, നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. അത് ആള് റൂട്ടായിരിക്കും. ഇപ്പൊ പിന്നെ നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തട്ടത്തിൻ പറയത്ത് നസ്ലിനായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ റീനും കൂടെ നടന്നു.
വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലും ഒക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ വട്ടം വരും തോറും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്നാവരാന്തിരി വെച്ച് ഞാൻ ഉറപ്പിച്ചേണ്, മറ്റൊരുത്തനും പിശാശിരിയെ വിട്ടുകൊടുക്കില്ല. ഈ ഉമ്മച്ചിക്കുട്ടി, ഛേ, ഈ ക്രിസ്ത്യാനിക്കുട്ടി ഇവളെനിക്കുള്ളതാന്ന്, സച്ചിനുള്ളതാന്ന്. അങ്ങനെ എന്നതിന്റെ മൊയ്തി മറ്റേ എടീ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല, അതിനി എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പോൾ അറബിക്കടൽ എത്തുക തന്നെ ചെയ്യും. ആ സാധനം പ്രണവ് മോഹൻലാലായിരുന്നെങ്കിൽ ദർശന ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല, അതിനി എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞപ്പോൾ അറബിക്കടൽ എത്തുക തന്നെ ചെയ്യും. യുനോ വൺ തിങ്, ഇരവഴിഞ്ഞ അറബിക്കടലിലാണെങ്കിൽ ദർശന ഇസ്മായിൽ, ദർശന എൻ്റെ മാത്രമാണ്. അങ്ങനെ ഈ പുള്ളിയുടെ ആകെ ചുമ്മാ നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ. ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാല് ആദ്യം ഇപ്പൊ ഇന്നാളുടെ വോയിസ് എടുക്കാം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ എങ്ങനെയാണ്? മോഡുലേഷൻ, ഒരാളെ സംസാര ശൈലി. അർജുൻ്റെ അടിയൻ ഓക്കെ എന്തുണ്ട് അവിടെയാണ്, അങ്ങനെ എറണാകുളം സ്ലാങ്ങുമാണ്. അപ്പം നിവിൻ പോളിയുടെ ആണെങ്കിലും ഭയങ്കര പുള്ളി സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്, വിനീത് വിളിച്ചു ഒന്നും ചെയ്തു, വാ തുറക്കാതെയാണ് സംസാരിക്കുന്നത്. അപ്പം ആ ഒരു സംഭവമുണ്ട്. ഷൈൻ ചേട്ടനൊക്കെ ആണെങ്കിലും നമ്മൾ ഇച്ചിരി ബോഡിയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, അങ്ങനെ പറയേണ്ട ആവശ്യം ഇപ്പം ഉണ്ടോ, ഈ ഇതിൻ്റെ ബാക്കി കൊണ്ടാണോ ഓറഞ്ചിൻ്റെ പടം വെക്കണേ, എന്തിനാ ലൈറ്റിൻ്റെ ആവശ്യമില്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളി. അപ്പം നമ്മൾ ഇരുന്നാലേ കിട്ടുള്ളൂ. ഇപ്പൊ ഷെയ്ൻ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ഷെയ്ൻ. ഹായ് ഷെയ്ൻ ചേട്ടാ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണെന്ന് വെച്ചാൽ ചുമ്മാ രാവിലെ വന്നോ പ്രൊമോഷൻ ആയിട്ട്? മടുത്തോ? അല്ല, മടുക്കണെന്നാണ്, നമ്മൾ ചെയ്യുന്ന തൊഴിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അതെ. അപ്പൊ നമ്മൾ മടുക്കേണ്ട കാര്യമില്ലല്ലോ, അതിന്റെ ആ റൂട്ടിൽ അങ്ങനെ അങ്ങ് പോവാ. ചേട്ടൻ എപ്പോഴും ഇത്ര പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? അല്ല, നമ്മളെപ്പോഴും ഇപ്പൊ ഷിജിനെ ഇപ്പൊ ഇവിടെ ഇരിക്കണേണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോ ഷിജിനെ ഉണ്ടാന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. കൊള്ള ദൈവത്തിന്റെ കയ്യിലാണ് ആക്കാം. ഇപ്പൊ ഈ ഇരിക്കണ AC വന്ന് ഷിജിനയുടെ തല വീണ പരിപാടി കഴിഞ്ഞില്ലേ? ഞാൻ കുറച്ച് വേണ്ട, നീ സ്റ്റാൻഡ് വന്ന് വീണ പരിപാടി കഴിഞ്ഞില്ലേ? ഇതൊക്കെ നമ്മള് വേറൊരു തോട്ട് പ്രോസസ്സിലാണ് പോണം. ഉള്ള സമയം നമ്മൾ 100% ചില്ലായിട്ട് അങ്ങ് പോവാന്നുള്ളതാണ്. ഞാനങ്ങനെയാണ്. ഒറ്റ ലൈഫിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചോണം, അല്ലെങ്കിൽ മരണം സംഭവിക്കും. വേറെ റൂട്ടിൽ പോകും. എന്തിനാ ഇത് വെച്ചേക്കണെന്നൊക്കെ ചോദിക്കാൻ, എന്തിനാണ് ഈ ലൈറ്റ് വെച്ചേക്കണം, ഒരു ലൈറ്റ് വരെ അത് ചേട്ടന്റെ മുഖത്തടിക്കണ്ടേ, അപ്പൊ അത് അവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കണ്ടിട്ടുണ്ട്. പിന്നെ ആളൊക്കെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ട് ചെയ്യണല്ലോ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. രാജുവേട്ടന്റെ ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു, കറക്റ്റ് രാജുവേട്ടൻ പാടുന്ന ഒരു പാട്ട്. രണ്ടുപേരും പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. കള്ളു കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങടെ കൈ കൊടുത്താലും വെറും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീയിട്ട് ദൂരെ എറിയില്ലേ സുന്ദരി പെണ്ണേ. ആ ചെമ്പരത്തി പൂവെടുത്ത് ചെവി ചൂടും നാം, പിന്നെ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. പകുതി മൈക്കിലാണ്, മൈക്ക് കൺട്രോൾ ചെയ്യുന്നതിനകത്ത് കിട്ടും. പുള്ളി ഇപ്പം രാജുവേട്ടൻ്റെ കുറേ ഒരു ബ്രേക്കിന് ശേഷം നമ്മള് ഗുരുവായൂർ അമ്പലനടയിൽ വേറൊരു രീതിയിലല്ലേ ഇത്. മോനെ വിനു, ഈ ആനന്ദേട്ടന് ജീവിതത്തിൽ കിട്ടിയ രണ്ടാമത്തെ ഗിഫ്റ്റാ നീ ഇപ്പൊ തന്ന ഐഫോൺ. ആദ്യത്തെ നീലടാ. എടി, നിനക്ക് വന്നിരിക്കുമ്പോ അവനെ വിളിച്ചൂടെ? അവന് നിങ്ങളോടൊക്കെ പറയാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ അറിയില്ല ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്ന്. അറിയാലോ, എന്റെ പെങ്ങളുടെ കല്യാണമാണ്, നിങ്ങൾ എല്ലാവരും വരണം. ഈ ഒരു സാധനമാണ് ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത്. പാട്ട് പാടുമ്പോ മാത്രം ചെയ്യുന്നല്ലാതെ അങ്ങനെ ചെയ്യാറില്ല. കടുവായ കടുപിടിക്കുന്നേ അമ്പമ്പോ മറിയൊന്നിന് ചായം വീശുന്നേ കമോൺ പരിപാടി. അതിപ്പോ എല്ലാരും പാടട്ടോ, പാടാൻ പാടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ടാ പാടാം. നമ്മുടെ സിദ്ദിഖേട്ടനെ വിളിക്കാൻ പറ്റും? എന്റെ കമ്പനിക്കാരൻ അവനാ. സിദ്ദിഖ എവിടെ? വീട്ടിലിരുന്ന് നീ എന്തുണ്ടാക്കോ? നീ ഇപ്പൊ വീട്ടിലിരുന്ന് എന്താണ് മച്ചാനെ, വീട്ടിൽ വകവയ്ക്കണോ മച്ചാൻ? എന്താടാ രാവിലെ എന്താണ് കഴിച്ചെന്താണ്? രാവിലെ അതെ, ഞാൻ ദാദൃശയുടെ കൂടെ ഞാൻ ദേപ്പുട്ടിൽ പോയി.
ദാദൃശ്യൊന്നും തന്നില്ലടാ. ഞാനല്ലേ ഉണ്ടാക്കിയ സുരേഷ് ഏട്ടാ. ഞാനിപ്പോ നിന്റെ സുരേഷിന്റെ ഒരു ഫാൻ ഗേൾ എൻ്റെ അടുത്തുണ്ട്. ഞാൻ കൊടുക്കട്ടെ? ഞാൻ കൊടുക്കും. കൊടുക്കും ഞാൻ. എന്താ സംസാരിക്കുക? ഹലോ, സുരേഷ് ചേട്ടാ. സുരേഷ് ചേട്ടന് വലിയൊരു ഫാൻ ഗേൾ ആണ് കേട്ടോ. സുരേഷ് ചേട്ടൻ അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എനിക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ കൊണ്ടുവരാത്തെ? ഞാൻ സാധാരണ മിഠായി ഒരുപാട് ആളുകൾക്ക് കൊടുക്കാറുണ്ട്, ആരും അത് ഓർത്തിരിക്കാറില്ല. പക്ഷെ ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ അടുത്ത വരവിന് രസമില്ലായി കൊണ്ടുതരും. അതെന്താ സാധനം? പ്രത്യേക തരത്തിലുള്ള ഒരു മിഠായിയാണ്, രാജസ്ഥാനിലെ മാത്രം കിട്ടുന്നത്. ഷമ്മീത്തിനും അടുത്ത മിഠായി. ആ മുട്ടായി ഞാൻ ചോദിച്ചത്. എനിക്ക് ഇവരെ എത്തിച്ചിട്ടില്ല കേട്ടോ, എത്തിക്കാന്ന് പറഞ്ഞിട്ട്. സിദ്ധി, ഞാൻ ഇവിടെ ഒരു ഇന്റർവ്യൂ, ഞാൻ മൂവി വേൾഡിന്റെ ഒരു ഇന്റർവ്യൂല് ഇരിക്കും. ഒന്നുകൂടെ കൊടുക്കടാ, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യട്ടെ. അത് പോയെന്ന് നല്ല സാധനത്തിലങ്ങ് പോണേരുന്നു. ഞാൻ ഗണേഷിനെ വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഗണേഷിനെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഇതിന്റെ പ്രത്യാഘാതം എന്താന്നുള്ളത്. അതാ നിന്നെ വിളിച്ചത്. ഞാൻ നിന്റെ വായിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ വീണില്ല ഭാഗ്യത്തിന്. നീ ആയതുകൊണ്ട് ഇടയ്ക്ക് നിന്റെ ശബ്ദത്തിൽ സംസാരിച്ച്. മറ്റവനായിരുന്നേ പണി വാളിയാനെ. മഹേഷ് ആയിരുന്നെങ്കിൽ രാവിലെ എന്നെ വിളിച്ച് മത്സരിക്കുന്നോ നിർത്താതെ ചെയ്തുകളെ. അപ്പൊ വെച്ചോട്ടെ. ഇതേടാ ഒരു മിനിറ്റ്, ഷിജിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മിനിറ്റ് കൊടുക്കാം. സിദ്ദിഖേട്ടാ, താങ്ക് യു സോ മച്ച് ട്ടോ. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഷെയ്ൻ നിഗത്തിന് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന പേഴ്സൺ. ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. എനിക്ക് ഷെയ്ൻ ചേട്ടനെ ഒന്ന് ഇപ്പൊ ഒന്ന് ജയിപ്പിച്ചു, ആളെ ജയിപ്പിച്ചു. എല്ലാരും പരിപാടി അടിപൊളിയാണ്. വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പരിപാടി. സംഭവം കളറായിട്ടുണ്ട്. പൊളിക്ക്, എല്ലാരും അടിച്ചു പൊളിക്ക്, ഗംഭീരാക്കും, പവറാക്കും. താങ്ക് യു സോ മച്ച്. ഓക്കേടാ സിദ്ധി, വിളിക്കാം. ഇത് ഭാഗ്യം, ഒന്നും പറഞ്ഞില്ല. ഇത് കഴിയും പറയും. ഈ പറഞ്ഞ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷം ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ പൊതുവെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു പറയാറുണ്ട്. ഇപ്പം അശ്വിൻ ചേട്ടൻ ലൈഫിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ? ആരും ട്രസ്റ്റ് ചെയ്യരുത്. കണ്ണീരൊക്കെ തുടച്ച് പറയാം. കരയൂല്ലെന്ന്. നിങ്ങൾ എത്ര പറഞ്ഞാൽ കരയില്ല. അങ്ങനല്ല, നമുക്ക് പല ആൾക്കാരും നമ്മുടെ വിനായകൻ ചേട്ടൻ്റെ ഇതിൽ പറയത്തില്ലേ, പൈസയാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അത് കുറേ നമുക്കറിയാൻ പറ്റും. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ ബാസി ഒരു ഇൻ്റർവ്യൂ പറഞ്ഞില്ലേ, വെൻ തിങ്സ് ആർ ഗോയിങ് റിയലി ബാഡ് ഫോർ യു, ജീവിതത്തിൽ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. സുഹൃത്തുക്കളുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആവും. ഒരു സംശയം ഉണ്ടാക്കരുത്. ഞാനതേ വിശ്വസിക്കുന്നുണ്ട്. റിലേറ്റീവ്സ്, ഫാമിലി, എല്ലാ ആൾക്കാരും ഒക്കെ മാറും. നമ്മുടെ മോശം സമയത്തും കൂടെ വെക്കാൻ കൂട്ടുകാരുണ്ടാവുള്ളൂ എന്നൊരു ബോധം എപ്പോഴും എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കില്ല. ഷുവറാണ്. അത് നല്ല നന്നായിട്ടുണ്ട്. ബാക്കി എല്ലാം സെക്കൻഡറി ആണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ സുഹൃത്തുക്കൾക്ക് പ്രയോറിറ്റി കൊടുക്കും ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ആർക്കും കൊടുക്കുള്ളൂ. സെക്കൻഡറി ആരുണ്ടെങ്കിലും. അതാണ് ഞാൻ പഠിച്ചത് കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ. ഇപ്പൊ നമ്മള് രാജുവേട്ടനോട് ചോദിക്കില്ലേ, ഒരു 10 വർഷം കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അശ്വിൻ ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ രാജുവേട്ടന്റെ സ്റ്റൈലില്, വോയിസിൽ ഒരു 5 years കഴിഞ്ഞാൽ അശ്വിൻ ചേട്ടൻ എവിടെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാമോ? അടുത്തൊരു 5 yearsനുള്ളിൽ മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു റൈറ്ററായിട്ടും അറിയപ്പെടുന്ന ഒരു മുൻനിര സഹനടന്മാരിൽ ഒരാളായിട്ടും എത്തിപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. സർവേശ്വരൻ അനുഗ്രഹിച്ചാൽ ഐ വിൽ ബി ഓൺ ദാറ്റ് ഫ്ലോർ ഫോർ ഷുവർ. അടിപൊളി. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. എന്റെ ഒരു മോട്ടിവേഷൻ കാണിച്ചു തരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. ഇരിക്കുന്ന ഇങ്ങനെ ഇത്രയും നല്ല സോഫ ഉണ്ടായിട്ടും ചാരി ഇരിക്കാതെ ഇങ്ങനെ ഇരിക്കുക. ക്യാമറ നോക്കും. ആ ക്യാമറ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ ഇതുണ്ട്. ആ ചേട്ടൻ്റെ ഞാൻ ചേട്ടന് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ? അതല്ല, ഇങ്ങനെ ചേട്ടൻ അങ്ങനെ എന്താണ് തോന്നിയിരിക്കുന്നത്. അപ്പം പറയുവാണ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറയുമായിരിക്കും. ഞാൻ മറ്റേ കഥ പറഞ്ഞിട്ടിരിക്കുമ്പോ ഇങ്ങനെ തല ഇവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഇങ്ങനെ ഇത് എന്നെ ട്രോളാ ഞാനായിട്ട് ഇങ്ങനെ ചിരിക്കുക, കൈ ഇങ്ങനെ ചിരിക്കുക. ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നതിന് മുന്നേ കുറച്ചു എന്നോട് അണ്ണ എന്തുണ്ട് സുഖമാണെന്ന് ചോദിച്ചാൽ കൊച്ചായിരുന്നു ഈ കാണിക്കുന്നത്.
ഇല്ല അങ്ങനെ ഇവിടെ തെളിവുകളുണ്ട് വ്യക്തമായ CCTV അതെ എന്റെ പൊന്നേ, അങ്ങനെ പറഞ്ഞ ആളാണ്. ഈ സത്യം പറഞ്ഞല്ലേ നിങ്ങളെ ആൾക്കാരുടെ നമ്മൾ സത്യം പറഞ്ഞ ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്. ചോദിച്ചു മേടിച്ചാണ്. അറിഞ്ഞില്ല, ഇനി ഇതിപ്പോ പഠിച്ചോളൂ ഞാൻ. നമ്മുടെ ബാസിയുടെ ഒരു ഡയലോഗ് എന്തെങ്കിലും, ബാസിയുടെ വോയിസ് നന്നായിട്ട് ചെയ്യുന്ന എനിക്കറിയാം. അങ്ങനൊന്നുമല്ല, കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ തിങ്സ് ആർ ഗോയിങ് റിയലി ബാഡ് ഫോർ യു, നമുക്ക് ജീവിതത്തിൽ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അപ്പം അങ്ങനെ തന്നെ പോവുക, ഒച്ചമാരെ കട്ടയ്ക്ക് വെക്കുക, പൊളിക്കുക. സൂപ്പർ. ഇപ്പൊ രാജുവേട്ടൻ ഇന്ദ്രിത്തൊക്കെ മാക്സ് ട്രൈ ചെയ്തല്ലോ. ഇപ്പൊ നമ്മൾ സുകുമാരൻ സാറിനെയോ മല്ലിക ചേച്ചി അങ്ങനെ ചെയ്യാം? സുകുമാരൻ സാറിനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അറിയാൻ ഉറപ്പായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എന്നെ ഒരു ദിവസം വഴക്കിട്ടു. എന്തോ ഖത്തറിലെ ഒരു ഷോയ്ക്ക് പോയപ്പോ എന്താണ് കാട്ടിനി കുട്ടിനെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അവരുടെ സ്ലാങ്ങില് അങ്ങനെ കാട്ടാൻ പാടില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് അതേ എന്റെ മൈൻഡ് കാണുന്നത്. പാർവതിനാണ് ഞാൻ നോക്കാം. അപ്പൊ എന്നെ സ്നേഹിക്കുന്നതിനേക്ക് 1000 ഇരട്ടി എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്, അതിനേക്കാൾ ഒരു 10000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കൾ ഇതാണല്ലോ. ആള് എഡിറ്ററാണ്. ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ എഡിറ്ററാണ്. ഞാൻ രക്ഷപ്പെടാത്ത റൈറ്ററും ഡയറക്ടറുമാണ്. രക്ഷപ്പെടാത്ത എഡിറ്ററാണ്. അത് രക്ഷപ്പെടാത്ത ഒരു ആക്ടറാണ്. അതെ അതെ. അയ്യോ ഇവന്റെ സീരിയസ് വേഷമൊക്കെ ഇല്ലേ, ഞങ്ങൾ എഡിറ്റിംഗ് ടൈമിൽ ചിരിച്ചു മറിയും. ഇവനായിരിക്കും ഷോർട്ട് ഫിലിമിലെ വില്ലൻ. ഈ ഇവിടെ ഇരിക്കുന്ന ഇവൻ കണ്ടാലൊരു വില്ലൻ ലുക്ക് ഉണ്ട്. കാണിക്കാൻ കണ്ടിട്ടുണ്ടല്ലോ, പ്രീ കട്ടിന് പോകാൻ ചിരിച്ചു മറിയും. പുള്ളി ഞാനൊക്കെ ഇത് ചിരിക്കാറുണ്ട്. സത്യം പറഞ്ഞ നിങ്ങൾക്ക് തന്നെ ഒരു സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. പിന്നെ 52 പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പില്. 52 പേര് 52 പേരുടെ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. V4 വൈക്കം. ഒരു സിനിമ പെട്ടെന്ന് പ്രതീക്ഷിക്കാം. അല്ല V4 V4 എന്ന് പറഞ്ഞ ടീമുണ്ട്. V4 52 പേരുണ്ട്. ഒരു 10-15 പെൺപിള്ളേരുണ്ട്. ഞങ്ങളുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിഫാസ് എന്നാണ് എന്റെ പേര്. വൈപ്പിന്റെ ആണ്. ഇപ്പൊ വിളിക്കും, മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ പേര് പറഞ്ഞാന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേര് പറഞ്ഞു. പിന്നെ നന്ദു എന്ന് പറഞ്ഞ കുമളിയിലുള്ള മാമൻ, എന്റെ കൂട്ടുകാരന്റെ മാമനാ. ഇപ്പൊ ഞങ്ങളുടെ മാമനാ. പ്രായമില്ല. അതെ, അവൻ 26 വയസ്സ്, മാമൻ 29 വയസ്സ്. പക്ഷെ എങ്ങനെ മാമനെ അമ്മയുടെ ആങ്ങളെന്നാ പറയണ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞങ്ങള് കൊട്ടാരപ്പടി എന്ന് പറഞ്ഞ വെബ് സീരീസ് ഒക്കെ ചെയ്തു. കബഡി ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. കബഡി അശ്വതിന്റെ റൊമാൻറ്റിക് മൂഡ് ഉണ്ടല്ലോ, അത് സൂപ്പർ. അത് പറയാതിരിക്കാൻ പറ്റില്ല. റീൽസ് ഒക്കെ ഭയങ്കര റൊമാൻറ്റിക്, ഇങ്ങനെ ഒഴുകുക. എന്ത് അയ്യേ, ഞാനങ്ങനെ അതൊക്കെ ഇവന്മാരൊക്കെ നിർബന്ധിക്കുമ്പോ ചെയ്യുന്നു. നിർബന്ധിക്കുകയാണെങ്കിൽ റൊമാൻസ് ചെയ്യാൻ പറ്റുമോ? അതെന്താണെന്നറിയോ, ഞാനിങ്ങനെ ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്യുന്ന ടൈമില് ഡയറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുമല്ലോ. എടാ ഇങ്ങനെയൊക്കെ കാണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞടാ എന്നാ പിന്നെ നീ ചെയ്. പ്രതീക്ഷേട്ടനാണ് പറഞ്ഞത് നിനക്ക് അഭിനയിക്കാൻ നല്ല കഴിവുണ്ട്. എനിക്ക് തോന്നി നന്നായിട്ട് കഴിവുള്ള ആളാണ്. റൊമാൻറ്റിക് നന്നായിട്ട് എനിക്കിട്ട് തിരിച്ചു പണി കൊടുക്കണ്ടേ. സൂപ്പറാണ്. ഈ റൊമാൻസ് ചെയ്യുന്നോണ്ട് ഞാനൊരു ടാസ്ക് തരാം. അശ്വന്തായിട്ട് തന്നെ ഒരു റൊമാൻറ്റിക് ഡയലോഗോ ഒരു പ്രപ്പോസലോ എന്തെങ്കിലും. ഞാനോ എന്ത് പറയാനാ ഇപ്പൊ? അത് ശരി, ഇത്രയും സുന്ദരിയായ സുന്ദരിയ ആരാധക പ്രപ്പോസ് ചെയ്യണമെന്നാണോ അതോ ഇഷ്ടമുള്ള? ഞാനങ്ങ് വീഴണം, വഴുതി വീണോ? പ്രപ്പോസ് ചെയ്യണല്ലേ? എന്നാ നീ അവളോ അഴക്, നീ അഴകാ ഇருக்கு, ரொம்ப അഴകാ இருக்கு. അതൊന്നും വേണ്ട, നമുക്ക് കൊട്ടകപ്പടി പറഞ്ഞ പോലെ. ഞാൻ ഇന്റർവ്യൂ ഒക്കെ കാണാറുണ്ട്. നേരത്തെ തൊട്ടേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നോക്കല്ലേ, കണ്ണി നോക്കല്ലേ, കണ്ണി നോക്കി നമ്മൾ ലോക്കായി പോകാൻ പറഞ്ഞു തന്നത്. ക്രൗൺ പ്ലാസിൽ വെച്ചിട്ടാണ് തോന്നുന്നത്. കണ്ടോ ഞാൻ നല്ല ഫോമിൽ കുഴപ്പമില്ല. അപ്പോൾ ക്രൗൺ പ്ലാസിൽ വെച്ച് ഞാൻ ഒന്ന് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. നമ്മൾ ഒരുമിച്ച് അടുത്തടുത്തിരുന്നപ്പോൾ ഷിജിനെ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. കയ്യിലിങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്തായിരുന്നു ഇവിടെ. അടുത്ത ചേട്ടൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറയടാ, ഞാൻ തിരക്കി കിടന്ന ആ കുട്ടീനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഭയങ്കര നോക്കല്ലേ മറ്റേ ബട്ടർഫ്ലൈസ് പറക്കാന്ന് പറയത്തില്ല അത്. അപ്പോ ഞാനിങ്ങനെ കുറെ ഇരുന്ന് ആലോചിച്ചു. അപ്പം ഒരേ മേഖല, രണ്ടുപേരുടെയും എഫേർട്ട് നമുക്കറിയാം. രണ്ടുപേരും ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
നമുക്ക് ഒരുമിച്ച് ശ്രമിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൂടെ? ലവ് യു. അടിപൊളി കേട്ടോ. എനിക്ക് പറഞ്ഞ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാ റൊമാൻറ്റിക് നല്ല അടി കിട്ടും നീ പോകാൻ. കുറച്ച് വർഷം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കാരണവന്മാരിന്ന് കണ്ടുപഠിക്കുന്ന ചെറുതീഷേട്ടനൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ആൾക്കാരുണ്ട്. ഇല്ല, ഞങ്ങളുടെ അവിടെയുള്ള പെമ്പിള്ളേര് ഇപ്പൊ വീഡിയോസ് നല്ലതെന്ന് പറയും. ഞാൻ അതിന്റെ ബാക്കിലൊക്കെ ഇതുണ്ട്. ഞാൻ ഉപദ്രവിക്കും എല്ലാരും നന്നായിട്ട് തമാശക്ക്. ആന്ന് പിന്നെ ഒരുത്തിനുണ്ട് മുഖത്ത് ഒരു സാധനം വരും, ഷിഫാസ് പ്രസിഡന്റാന്ന് പറഞ്ഞു. എക്സ്പ്രഷൻ പൊന്നെ ചിരിച്ചിരിച്ച് പറയും. ഞാൻ നോക്കുമ്പോ ഞങ്ങള് ഫുള്ള് തോൽവി എല്ലാരും. ഞാൻ തോൽവി, അവൻ തോൽവി. പക്ഷെ ആഗ്രഹം ഉണ്ടല്ലോ നമുക്ക്. വേറെ ഒന്നുണ്ട് ഈ പറഞ്ഞ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവന്മാരുടെ എപ്പോഴും പറയും ഇങ്ങനെ, ഇവനൊക്കെ ഇച്ചിരി പിടിച്ച് ചിലവാകുന്ന സ്വഭാവമുള്ള ആരും. നമുക്ക് അങ്ങനല്ല. ഞാൻ പറയടാ, നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ചെയ്യണോടാ. പൈസ ഞങ്ങളൊരു മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും കഴിഞ്ഞൊരു 3 വർഷത്തിനിടെ ഞങ്ങൾ ഷോർട്ട് ഫിലിമിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. പ്രോഫിറ്റ് കിട്ടാറുണ്ട്. പ്രോഫിറ്റോ? അവനിവിടെ എവിടെ സൗത്തിൽ ഓട്ടോ ഓടിക്കുക ഷിഫാസ്. അതിൽ നിന്ന് വീട്ടിൽ കൊടുത്തിട്ട് ബാക്കി പൈസ അവൻ വെക്കും. ഞാൻ മിമിക്രി ഇട്ടതിന്റെ പൈസ അവൻ വെക്കും. ഒരു തൈരുമണിക്ക് പോയിട്ട് കുമളിന്ന് അയച്ചു തരും. ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ഉണ്ടോ? പുറത്തിറങ്ങിയിട്ടില്ലെന്ന് 5 ലക്ഷം രൂപ പോയെന്നാ പറഞ്ഞത്. പുറത്തിറങ്ങിയിട്ടില്ല. പുള്ളിയുടെ ഹാർഡ് ഡിസ്ക് ഫില്ലായിട്ട് ഒരു ദിവസം പുള്ളി എന്നോട് ചീത്തയൊക്കെ പറഞ്ഞു. കൊണ്ടുപോകണമായിരുന്നു. 12 എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ലോൺ അടക്കണ്ട. ലോണും ഉണ്ട് 1.5 ലക്ഷം രൂപ. ഇവന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എടുത്തേക്കണേ. സാലറി സർട്ടിഫിക്കറ്റ് എടുത്തേക്കണം. ഈ സമയത്ത് ചോദിക്കാൻ പറ്റും, ഇതുപോലെ സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പിന്നെ അവരോട് എന്താ പറയാറുള്ളത്? എന്നാ പറയാ, നിങ്ങൾ രക്ഷപ്പെടുവാണെങ്കിൽ ഞങ്ങൾക്ക് അത് എങ്ങനെയാന്ന് പറഞ്ഞു തരിക. ഞങ്ങൾ രക്ഷപ്പെടുവാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം ഇതെങ്ങനെയാന്ന്. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് ഒറ്റ ആഗ്രഹമുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, ടീം ഉണ്ടെങ്കിൽ മലയാള സിനിമയിൽ സർവൈവ് ചെയ്യാം. ടീം വേണം. ടീം ഇല്ലാണ്ട് നമ്മൾ സർവൈവ് ആവില്ല, രക്ഷപ്പെടത്തില്ല. ഒരു ടീം എല്ലാത്തിനും വേണം. ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഇത്ര നേരം തമാശയ്ക്ക് പറഞ്ഞാൽ നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നന്നായിട്ട് എഴുതാൻ അറിയുന്ന ആൾക്കാരുണ്ട്, ഡയറക്റ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ, നല്ല എഡിറ്റർമാരുണ്ട്, വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. നമുക്കൊരു സ്പേസ് കിട്ടി നമ്മളും പൊളിക്കും, ഉറപ്പാണ്. അതിനുള്ള തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചാൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു പൊളി പൊളിക്കും, ഉറപ്പാണ്. അതിനുള്ള ആൾക്കാരുണ്ട്. ഫൈറ്റ് ചെയ്യും, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള. ഷിഫാസൊക്കെ നന്നായിട്ട് ഫൈറ്റൊക്കെ ചെയ്യുന്ന ആളാണ്. കുറേ പേരുണ്ട് അങ്ങനെ കൂടെ നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ലക്ക് ഞാൻ കാണുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് പറയും, എടാ നമുക്ക് പോണ വഴി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യടാ. പിന്നെ എന്നാ ഷൂട്ട് ചെയ്യാം? അവൻ അതേ കയറി പിടിക്കും. പുള്ളി അത് കേട്ട് കുറേ വരും. പുള്ളി വീഡിയോ എഡിറ്റ്, മറ്റേ വീഡിയോഗ്രാഫർ തന്നെ, വെഡിങ് വീഡിയോ എഡിറ്ററാ. പുള്ളി വർക്ക് ചെയ്യാൻ വേണ്ടി മറ്റേ രാവിലെ എഴുന്നേറ്റിട്ട് മറ്റേ ചെമ്പില ഷോ മറ്റേ പടത്തിൽ കുളിച്ചിട്ട് എഴുന്നേറ്റിരിക്കല്ലേ, അതുപോലെ കീബോർഡ് പിടിക്കാൻ പോകുമ്പോഴായിരിക്കും ഞങ്ങൾ വണ്ടിയായിട്ട് വന്നത്. ചേട്ടാ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പ്രോഗ്രാം വർക്കുണ്ട്. ഞാൻ പറയും അത് ഓഫി, എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞിട്ട് പുള്ളി തള്ളി വെക്കും. അപ്പൊ എത്ര കല്യാണത്തിന്റെ കൊടുക്കാണ്ടെന്ന് അറിയാം. അതിന്റെ ഉത്തരവാദിത്തം ഞാനും തവനുക. അതെ, അങ്ങനെ എല്ലാരും ഞാനിങ്ങനെ കൊണ്ടുപോകും. ഇന്ന് അടിയന്തര മീറ്റിംഗ് ഉണ്ട് V4 വൈക്കത്തിൻ്റെന്നൊക്കെ പറഞ്ഞ് കുമളിയിൽ നിന്നും അടൂരിൽ നിന്നൊക്കെ പിള്ളേർ പല സൈഡിൽ നിന്ന് വന്ന് വൈക്കത്ത് വരും. വൈക്കത്ത് ബീച്ചിൽ വരും. ബീച്ച് കോമഡിയാണ്, കായല തറ കെട്ടിയിട്ടേക്കോ എന്നാ ബീച്ച് എന്ന് പറയണത്. അവിടെ പോയി ഇരിക്കും. അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഇത് വർത്താനം പറയും. അപ്പൊ ചോദിക്കും എന്താണ് അജണ്ട? അജണ്ട ഒന്നുമില്ല, വീഡിയോ ഒക്കെ എടുക്കണം, അത് പറയാനാണ് അത് വിളിച്ച. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് പോവും. വിറ്റെന്നാ പറയാ, പെണ്ണുങ്ങളും ഉണ്ട്. അത് ഞങ്ങളെയൊക്കെ കോമഡിയാ. ആര്യ, വിഷ്ണു, അമ്മാളു, ദീപ, ദിവ്യ. അവളുടെ ദീപയും ദിവ്യയും ചേച്ചി അനിയത്തി അഭിനയിക്കാൻ വന്നാ. അണ്ട് ഇവനെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു. ഞാൻ തെറി പറയുന്നു പറഞ്ഞിട്ട് അഭിനയിക്കാൻ വന്ന പെങ്കൊച്ച് വരിയലെന്ന് പറഞ്ഞു. എന്നിട്ട് അവളുടെ ചേച്ചി കൂടെ വന്നാ ഷൂട്ടിങ് കാണാൻ വേണ്ടിട്ട്. പുള്ളിക്കാരി അഭിനയിച്ചോണ്ടിരിക്കുക. ഞാൻ 22-ാം വയസ്സിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ വെബ് സീരീസ് എനിക്കിപ്പോ 26 വയസ്സ് കഴിഞ്ഞു. പുള്ളി അടുത്ത മാസം പെൻഷൻ മേടിക്കാൻ നിൽക്കും. ഷൂട്ട് ഫുള്ള് കഴിഞ്ഞു. എവിടുന്ന്? കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത് ഞങ്ങൾക്ക് കൂടെ ഇപ്പൊ കാണാൻ ഭയങ്കര സൂപ്പർ സാധന. ട്രെയിലറൊക്കെ ചുമ്മാ ഇടിവെട്ടാണ്. ഇറക്കണം, പൈസ ഇല്ല, അതാണ് പ്രശ്നം. സ്പോൺസർ ചെയ്യാൻ ആളില്ല. പിന്നെ എല്ലാരും ഇപ്പൊ ഈ പ്രാരാബ്ദത്തിലേക്കൊക്കെ എത്തി തുടങ്ങി. അപ്പൊ ഞാൻ മാത്രമേ ഇവരുടെ കൂടെ ഏറ്റവും കൊച്ചായിട്ടുള്ളത്. അവന് 29 വയസ്സ് കഴിഞ്ഞ്. ചേട്ടൻ കൊച്ചാണോ? ഞാൻ 26 വയസ്സ്. അവന് 29, 26 വയസ്സ്. 29
കുറക്ക് അല്ലെങ്കിൽ അടി കിടക്കും. ഞാൻ ഉള്ളത് പറയാം, എന്റെ കൊച്ചിന്റെ കൂടെ പഠിച്ച പാവണ്ട് കേട്ടോ. ഞാൻ ഇവനോട് എന്റെ കുടുംബ വീട്ടിൽ ചെന്നപ്പോ കൊച്ചിൻ വിഷ്ണു ഓർക്കുന്നില്ലേ കൂടെ പഠിച്ചതാണ്. കേക്കട്ടെ, അറിയട്ടെ, എല്ലാരും അറിയട്ടെ. ആളൊരു ഹൈപ്പില് വന്നതാ, ഇതിപ്പോ നശിപ്പിക്കുന്നൊക്കെ. കോമഡിയാ, ഹൈപ്പിന്റെ കാര്യം പറയാതിരിക്കുന്ന നല്ലത്. ഇനി വേണ്ട, കട്ട് ചെയ്യാതൊക്കെ. ഇതിടണം കേട്ടോ, ഞാൻ മിമിക്രി നെട്ടില്ലല്ലോ ഇതിടണം കേട്ടോ, എനിക്ക് അത് മതി. ഒരുപാട് സന്തോഷം ഈ സമയത്ത് ഇത്രയും നല്ലൊരു സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കുക, എപ്പോഴും കൂടെ ഉണ്ടാവാന്ന് പറയുന്നത്. കാരണം ഒരു ഏജ് കഴിഞ്ഞാലേ നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ എണ്ണം കുറയും എന്നാണ് പറയാറ്. എനിക്ക് കൂടുതലാ തിരിച്ചാണ് സത്യം. എനിക്ക് സീരിയസ് എനിക്ക് കൂടിക്കൊണ്ടിരിക്കുക. ഈ മിമിക്രി ചെയ്യുന്ന ഫീൽഡിൽ ഉറപ്പായിട്ടും ഈഗോ ക്ലാഷ് ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നസീർക്കൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എടാ നമ്മുടെ വളർച്ചയൊക്കെ കാണാത്ത ആൾക്കാർ നാദർഷിക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും സിദ്ദിഖും എനിക്ക് അങ്ങനെ ഒരു സംഭവമില്ല. സിദ്ദിഖിനാണെങ്കിലും ഇല്ല, എനിക്കാണെങ്കിലും ഇല്ല, പിന്നെ മറ്റേ മഹേഷിനാണെങ്കിലും ആ സംഭവങ്ങളില്ല. ഞങ്ങൾ രണ്ടുപേരും മൂന്നുപേരും ഇങ്ങനെ മുഖ്യധാരയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കുറേ ആർട്ടിസ്റ്റ് വേറെയൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ അടിപൊളി. അഖിൽ എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയുള്ള അടിയിപ്പം മിമിക്രി ആർട്ടിസ്റ്റാണ്. അവൻ്റെ ചില വോയിസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ദുൽഖറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ അവനൊക്കെ കയറി വരണം, മെയിൻ സ്ട്രീമിലോട്ട് വരാൻ നിൽക്കണം. ഞാൻ എൻ്റെ ഷോസൊക്കെ അവന് കണക്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. അവരൊക്കെ എത്തിപ്പെടാത്ത ഈ പറഞ്ഞ ഈഗോ ക്ലാഷ് കുറേ ആൾക്കാർക്കിടെ വരും. പക്ഷെ നമുക്ക് അത് അങ്ങനെ സാധനമില്ല. ഇപ്പം സിദ്ദിഖാണെങ്കിലും ഇപ്പം ഫോൺ ഇനിയിപ്പോൾ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടും, എന്ത് പരിപാടിയാ കാണിച്ചെന്ന് ചോദിച്ച്. അവൻ്റെ അങ്ങനെ സാധനത്തിലേക്ക് എത്തി. എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് നമ്മുടെ സാമ്പത്തികം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ മരിക്കുമ്പോൾ പോകും. നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി കരയാനായിട്ട് നമ്മുടെ കൂടെ കൂട്ടുകാരായിട്ട് ഒരു 5 പേരെ മിനിമം ഉണ്ടാവണം. നമുക്കതിൽ കൂടുതൽ ഇപ്പോൾ ഉണ്ട്. അത് സുഹൃത്തുക്കൾക്ക് വില കൊടുക്കും ഞാൻ. നമ്മുടെ ഏറ്റവും മോശം സമയത്ത് നമ്മുടെ കൂടെ നിന്ന് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് മറ്റേ BGM ഇട്ട് കട്ട് ചെയ്ത് വിളിച്ച് കിട്ടിയടാ അത്. ഞാൻ പറഞ്ഞു BGM ഇട്ടിട്ട് മറ്റേ ഞാനും ഹാപ്പിയാണ് കേട്ടോ. ഷിജിനെ എന്നെ ഇന്റർവ്യൂ എടുത്തില്ല. വെരി ഹാപ്പി, വെരി ഹാപ്പി ആൻഡ് വെരി സാറ്റിസ്ഫൈഡ്. അതിനിടയ്ക്കേ കൂടെ ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ, കാരണം നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. കാരണം ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്, ഒരുപാട് ഡ്രീമുള്ള ഒരു പേഴ്സൺ ആണ്. അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണം. ഈ ആഗ്രഹിച്ച പോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആവട്ടെ. ഈ പറഞ്ഞ നേരത്തെ വിഷ് ചെയ്ത പോലെ തന്നെ എനിക്കും വലിയൊരു നടനൊക്കെ ആയിട്ട് എനിക്ക് ഇനിയും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കാം. പറ്റിയാ മതിയായിരുന്നു. 2 വർഷം കൂടെ കഴിഞ്ഞാൽ അമ്മ ചീത്ത പറയും, ഉറപ്പാണ്. ഇച്ചിരി ലോക്കാവും. നമ്മള് അതിന് മുന്നേ എന്തെങ്കിലും ആവണമെന്നുള്ള ഇതിൽ നിൽക്കുവാണ്. എന്തായാലും സന്തോഷം. മൂവി വേൾഡിന്റെ ചേച്ചി വിളിച്ച് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ഡബിങ് ഉണ്ടായിരുന്നു, ഒരു അബദ്ധം ചെയ്തതാണ് അത്. ഇങ്ങനെ 1 മണിക്കൂർ അങ്ങനെ പോയി. എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്കും ഹാപ്പി ആയിട്ട് ചില്ലായിട്ടൊരു ഇൻ്റർവ്യൂ. വേറൊന്നുണ്ട് എന്നെപ്പറ്റി ഇൻ്റർവ്യൂ സാറേ, ഞാൻ എൻ്റെ കഥയിരുന്ന് അങ്ങോട്ട് പറയോണ്ടിരുന്നത് അച്ഛൻ പൊളിറ്റീഷ്യനാണെന്നൊക്കെ പറഞ്ഞ് മൊത്തം പഠിച്ചിട്ടൊക്കെ വന്നിട്ട് അതെവിടെ നിന്ന് കിട്ടി? കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ എല്ലാം അറിയാവുന്നവരെ താങ്ക് യു സോ മച്ച്. എനിക്ക്